ഹായ് മക്കളെ, ലത്തീഫ് സാറാടാ. എടാ മക്കളെ, മോഡൽ പരീക്ഷ കഴിഞ്ഞ് അല്ലേ? ഇനി നമ്മൾ നോക്കുന്നത് ഈ മോഡൽ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് +1 വരാൻ പോകുന്ന പബ്ലിക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ഇതാ ഈ സെക്ഷനിലുണ്ട്. സോ ആദ്യമായിട്ടാണ് സാറിൻ്റെ ചാനൽ കാണുന്നെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം കേട്ടോ. ഒരു ലൈക്ക് തരാൻ മറക്കരുത്. ബിഫോർ ശ്രദ്ധിക്കുക, ഇനി വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് സാർ കൃത്യമായിട്ട് പ്രവചിച്ചു തരാം. പ്രവചിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വന്നു. ഓൾറെഡി നമ്മൾ കണ്ടു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. ഇതാ നിങ്ങളുടെ മുന്നിൽ ഇതാ സാർ പ്ലേസ് ചെയ്യുന്നു. ഇപ്പോൾ വന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കറിയാം 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് പ്രിന്റ് ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ ഒരു ഏവറേജ് 4ൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണല്ലോ ഇത് വെച്ചും കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അടിപൊളിയിൽ ഉറപ്പിച്ച് പറയാൻ പറ്റും ഇനി വരുന്ന ക്വസ്റ്റ്യൻസ് ഏതാണ് എന്നുള്ളത്. ആ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വീഡിയോ സെക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് അവസാനം വരെ നിങ്ങൾ കണ്ടോ, ഷുവറായിട്ട് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ വന്ന ക്വസ്റ്റ്യൻ ഒക്കെ അവിടെ നിൽക്കട്ടെ. ബിഫോർ സാർ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ക്രാഷ് കോഴ്സ് ഉണ്ട്, ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ ലാബിൽ എഴുതി കാണിക്കുന്നുണ്ട്. അതായത് മാത്സിൻ്റെ 14 ചാപ്റ്റേഴ്സിന്റെ, അതായത് അവസാന നിമിഷം എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് സാർ പറയുന്നത്. അതും ഒരുപാട് സമയം എഫേർട്ട് ഇല്ലാണ്ട്, ഒരുപാട് തിയറി ഒന്നും പഠിക്കാണ്ട്. പല ആളുകളും കുറേ തിയറി ഒക്കെ പഠിച്ച് കുഴഞ്ഞിരിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. യഥാർത്ഥത്തിൽ അത്രയും തിയറി പഠിക്കേണ്ട ആവശ്യമില്ല. സാറിൻ്റെ 14 വർഷം സാറ് +1 +2 വർക്ക് ചെയ്യുന്നത് മാത്സിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും കണ്ട് എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ മോഡൽ ഇടും, അവരെങ്ങനെ ചിന്തിക്കും എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ നന്നായി അറിയുന്ന ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഇനി വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്താണെന്നുള്ളതൊക്കെ എനിക്ക് പറയാൻ പറ്റും. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. സോ ആർക്കെങ്കിലും 14 ചാപ്റ്ററിന്റെ വളരെ ഷോർട്ട് ആയിക്കൊണ്ട് വളരെയധികം തിയറി ഒന്നും ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് ഒരു 55 അല്ലെങ്കിൽ 60ൽ 55ന്റെ മുകളിൽ മാർക്ക് അല്ലെങ്കിൽ 60ൽ 60 തന്നെ വാങ്ങിക്കാൻ, ഒരുപാട് തിയറൊന്നും പഠിക്കാതെ ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യാതെ വളരെ ഈസി ആയിക്കൊണ്ട് നിങ്ങൾക്ക് മാർക്ക് മേടിക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ ഇതാ സാറിൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്തോ. തിങ്കളാഴ്ച മുതലാണ് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സാറിൻ്റെ പേഴ്സണൽ നമ്പർ 2 നമ്പേഴ്സാണുള്ളത്. വാട്സപ്പ് ചെയ്താൽ മതി, കോൾ ചെയ്യരുത് കേട്ടോ. 2 നമ്പറാണുള്ളത്. ഒന്ന് 9526875958, അതല്ലെങ്കിൽ വേറെ സാറിന് നമ്പർ തരാം 9746875958. ഇതിൽ ഏതെങ്കിലും ഒരു നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യുക. സാർ അതിൻ്റെ ഡീറ്റെയിൽസും അതെങ്ങനെ പേയ്മെന്റ് ചെയ്യേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. വളരെ പെട്ടെന്ന് തന്നെ ആക്റ്റീവ് ആവും. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നാളെ മുതൽ തന്നെ ക്ലാസ്സുകൾ എന്ത് ചെയ്യുക, കണ്ടു തുടങ്ങാം കേട്ടോ. സോ നമുക്ക് ഇതിലോട്ട് കടക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റി സാർ ഒന്ന് പറയാം. ഇപ്പോൾ വന്ന ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. ഇതാണല്ലോ നമ്മുടെ മോഡലിന് വന്ന ക്വസ്റ്റ്യൻ പേപ്പർ. സോ ഇതിന്റെ ആൻസർ ഒക്കെ പറയുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ചാപ്റ്റർ അടിപൊളിയിൽ സാർ ഒന്ന് പറഞ്ഞുതരാം. തിയറി ഒന്നും അധികം പഠിക്കാതെ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് നമുക്ക് ഇത് എങ്ങനെ പഠിക്കാം എന്നുള്ള സാർ സെറ്റാക്കി തരാം. എടാ ഫസ്റ്റ് ബേസിക് ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് കുറച്ച് ധാരണയൊക്കെ ഉണ്ട് അല്ലെ. സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് നമ്മളെ സെറ്റിന്റെ റെപ്രസെന്റേഷൻ. ഇതിൽ 1, 2, 3 ഒരുപാട് എലമെന്റുകൾ ഉണ്ട്. ഇതൊക്കെ ബ്ലാ 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 അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇതാണ് സെറ്റൊക്കെ നിങ്ങൾ കണ്ടു ആക്കി കഴിഞ്ഞു. ഇനി അതിനെ പറ്റിയൊന്നും പറയണ്ട. ഇപ്പൊ MT സെറ്റ് എന്നൊക്കെ പറഞ്ഞ സെറ്റിന്റെ ഉള്ളിൽ ഒറ്റ എലമെന്റ് ഇല്ലെങ്കിൽ നമുക്ക് അതിനെ വിളിക്കുന്ന പേര് MT സെറ്റ്. അതൊന്നും പഠിച്ചില്ലെങ്കിലൊന്നും യാതൊരു പ്രശ്നമില്ല. ഇതൊന്നും എക്സാമുമായിട്ട് യാതൊരു ബന്ധമില്ല. അതൊക്കെ ജനറലി ഒരു കുട്ടി മനസ്സിലാക്കി വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പല ആളുകളും തെറ്റിദ്ധരിക്കുന്ന അവിടെയാണ്. ഈ MT സെറ്റ്, യൂണിയൻ സെറ്റ്, ഇന്റർസെക്ഷൻ സെറ്റ്, മൈനസ് സെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഒരുപാട് തിയറി ആദ്യം തന്നെ പഠിക്കുമ്പോൾ ചില ആളുകൾക്ക് എന്താവും, ഇത് ആകെ ടഫാവുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടിയിട്ടും കൂടാണ് ഇത്. ഇതിൽ എല്ലാ തരം കുട്ടികൾക്കും പങ്കെടുക്കാൻ പറ്റും. അതായത് വളരെ ബിലോ ഏവറേജ് ഉള്ള കുട്ടികൾക്കും ഒരു ഏവറേജ് ഉള്ള കുട്ടികളും 100% നല്ലൊരു മാർക്കിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും, ഗ്യാരണ്ടിയാണ്. അതേപോലെ തന്നെ എബോവിലുള്ള കുട്ടികൾ കൺഫ്യൂഷൻ ആയിട്ട് ചില ക്വസ്റ്റ്യൻസിൽ കൺഫ്യൂഷൻ, തിയറി ഒക്കെ പഠിച്ച് എന്നാൽ പ്രോബ്ലം മര്യാദക്ക് ചെയ്യാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്കും എന്താണ് ഈ കോഴ്സ് ഒരുപോലെ അനുയോജ്യ കോഴ്സാണ് കേട്ടോ. സോ അതേപോലെ തന്നെ ഫൈനറ്റ് ഇതൊന്നും പഠിക്കേണ്ട ആവശ്യം. അതാണ് പറഞ്ഞത്. ഇതൊക്കെ തിയറി, ഇതൊക്കെ സ്ലൈഡ് പൈഡ് ചെയ്ത കുട്ടികൾക്കൊക്കെ അതിന്റെ സ്ലൈഡ് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഈ സാർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് അതിൽ ജോയിൻ ചെയ്തു. അതിൽ ഫ്രീ ക്ലാസ്സുകളും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൽ വരും കേട്ടോ. അതുപോലെ ഇതിന്റെ നോട്ട്സ് ഒക്കെ വേണമെങ്കിൽ അതിലൊക്കെ ഇട്ടുതരാം. ഓക്കെ. സോ ഇതൊന്നും ഞാൻ പറയാം. സിംഗിൾട്ടൺ സെറ്റ്, ഒരു സെറ്റിന്റെ ഉള്ളിൽ ഒരു എലമെന്റ് ആണെങ്കിൽ സിംഗിൾട്ടൺ സെറ്റ് ആണ് കേട്ടോ. ഫോർ എക്സാമ്പിൾ ഇതൊക്കെ ജസ്റ്റ് അറിഞ്ഞാൽ മതി, ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇവിടെ എവിടെയാണ് എക്സാമിന് വരുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ കാർഡിനൽ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ട്. നമ്പർ ഓഫ് എലമെന്റ് ഓഫ് ഫൈനൈറ്റ് സെറ്റ് അല്ലെ. ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ആയിട്ടുള്ള സെറ്റുകളാണ്. ഇതിലിപ്പോൾ 1, 2 എലമെന്റ് ആണെങ്കിൽ അതിന് 2 കാർഡിനൽ നമ്പർ. അതൊന്നും എക്സാമിന് ചോദിക്കാൻ പോലും പോകുന്നില്ല. അതൊക്കെ ടെക്സ്റ്റിലുള്ള തിയറീസ് ആണ് മാത്രം. ഈക്വൽ സെറ്റ് ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. പറഞ്ഞാൽ ഇതിൽ കുറെ തിയറികളൊന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. അതാ പറഞ്ഞത്, എക്സാമിന് തിയറി ഒന്നും പഠിക്കാതെ നമുക്ക് പ്രോബ്ലം മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ എത്തുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സാർ ശ്രദ്ധിച്ച് പറഞ്ഞാണ് കേട്ടോ. വളരെ സിമ്പിളാണ്. അതായത് ഇവിടെ എത്തുമ്പോൾ നമുക്ക് പ്രോബ്ലത്തിലോട്ട് നേരെ കിടക്കാം കേട്ടോ. എടാ ഇവിടെ എങ്ങനെ കാണാം, 2 വട്ടം കാണാം. അങ്ങനെ 2 വട്ടം. ഞാൻ ഇവിടെ നമ്പറാണ് കൊടുക്കാൻ പോകുന്നത്. ഇവിടെ എയും ബി ഒക്കെ പോട്ടെ. 1, 2 എന്ന് കൊടുത്തു, അല്ലെങ്കിൽ 1, 3 എന്ന് കൊടുത്തു. എടാ ഈ വട്ടം ഉദ്ദേശിക്കുന്നത് 1 ഇല്ല എന്നാണ്. എന്താ സാറേ, വട്ടം ഉദ്ദേശിക്കുന്നത് 1 സൊല്യൂഷൻ അല്ല. അപ്പൊ 1 സൊല്യൂഷൻ അല്ല, അത് 1നും 3നും ഇടയിലാണ് സൊല്യൂഷൻ എന്നാണ് മീൻ ചെയ്യുന്നത്.
അപ്പോൾ 1, 3 ഇടയിൽ നമുക്ക് ഒരുപാട് റിയൽ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ജനറലാക്കി മനസ്സിലാക്കിയാൽ മതി 1, 3 ഇടയിൽ 2 ഒരു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ 2, അത് നാച്ചുറൽ നമ്പർ മാത്രമല്ല അതിൻ്റെ ഇടയിൽ ഒരുപാട് നമ്പർ ഉണ്ട്. അപ്പോൾ 1, 3 അല്ലാത്തതാണ്, ഒന്നുമല്ല. കാരണം വട്ടിട്ട് കഴിഞ്ഞാൽ 1 സൊല്യൂഷൻ അല്ല, വട്ടിട്ട് കഴിഞ്ഞാൽ 3 സൊല്യൂഷൻ അല്ല. അപ്പോൾ 1, 3 ഇടക്കുള്ളത് എല്ലാവരും സൊല്യൂഷൻ. അതുകൊണ്ട് ഇവിടെ ഓപ്പൺ ബ്രാക്കറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഒബ്വിയസ്ലി ഇവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കറിയാം, ഇവിടെ വട്ടാണ്, ഇവിടെ അങ്ങനെ വട്ടം അങ്ങനെ കറപ്പിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ 1, 3 ആണെന്ന് വിചാരിച്ചോ. കറപ്പിച്ച് കഴിഞ്ഞാൽ 3 സൊല്യൂഷനാണ്. അപ്പോൾ 3ന്റെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണ്ട, ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഇടണം. 3ന്റെ അവിടെ എന്ത് ചെയ്യണം, ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഇടണം. 1 അതിന്റെ സൊല്യൂഷൻ അല്ല, അപ്പോൾ 1 ഇട്ടിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ഓപ്പൺ ബ്രാക്കറ്റ് ഇടുക. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മാത്രം മതി, ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. ഇനി ഇങ്ങോട്ട് പോവാം. പവർ സെറ്റ്, ദ കളക്ഷൻ ഓഫ് സബ്സെറ്റിനെയാണ് പവർ സെറ്റ് എന്ന് വിളിക്കുക. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, അതൊക്കെ നമുക്ക് പവർ സബ്സെറ്റ് പറയുമ്പോൾ പറയാം. വെൻ ഡയഗ്രം, ഇവിടെയാണ് നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ടത്. കാരണം വെൻ ഡയഗ്രം വെച്ചും കൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് വരാനാണ് ഏറ്റവും ചാൻസ് കൂടുതൽ. ഇപ്പോൾ വന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് തന്നെ ആയിരിക്കുന്നു. ഇവിടെ നല്ല ഊന്നൽ കൊടുത്താൽ മാത്രം മതി എന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെയാണ് നിങ്ങൾ എക്സാമിന് എന്ത് ചെയ്യുക, കൺഫ്യൂഷൻ ആക്കാൻ പോകുന്നത്. ബാക്കിയുള്ള എല്ലാ പാർട്ടും അപ്പോൾ സാറ് വെൻ ഡയഗ്രം കീറി മുറിച്ച് വളരെ സിമ്പിളായിട്ട് ടെക്നിക്കലി സാർ നിങ്ങളെ പഠിപ്പിച്ചു തരാം. സിമ്പിൾ ടെക്നിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് സെറ്റ് ഈസ് കോൾഡ് ആണ് വെൻ ഡയഗ്രം. അതൊന്നും അറിഞ്ഞില്ലെന്നും കുഴപ്പമില്ല, ഡെഫിനിഷൻ ഒന്നും വേണ്ട. ഇനി പല ആളുകളും ഫസ്റ്റ് യൂണിയൻ സെറ്റ് ഇങ്ങനെ തിയറി ഇങ്ങനെ എഴുതി പിടിപ്പിച്ച് കാണുമ്പോൾ പേടിയാണ്, സാർ എന്താണ് യൂണിയൻ സെറ്റ്? ഞാൻ പറയുന്നത് ഒന്നും നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. അതാ പറഞ്ഞു, ഈ അവസാനം നിങ്ങൾ ആക്ച്വലി തിയറി ഒന്നും പഠിക്കണ്ട. ഇനി മനസ്സിലായ, നിങ്ങൾ ആകെ പഠിക്കേണ്ടത് നേരെ പ്രോബ്ലത്തിലോട്ട് വരിക. കാരണം അവസാന സമയമാണ്. എയും ബിയും തന്നാൽ എ യൂണിയൻ ബി എങ്ങനെ കാണണം ഒരു കുട്ടി പഠിച്ചാൽ മതി. എക്സാമിന് അത് പഠിച്ചാൽ മതി. എടാ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ മീനിങ്? എടാ എനെയും ബിനെയും യൂണിയൻ. എടാ യൂണിയൻ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലില്ലേ, നമ്മളെ നാട്ടിൽ യൂണിയൻകാരെന്ന് പറയില്ല, യൂണിയൻ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടത്തെയാണ് യൂണിയൻ. ഇന്റർസെക്ഷനും ഉണ്ട്, യൂണിയനും ഉണ്ട്. യൂണിയൻ എന്ന് പറഞ്ഞാൽ കൂട്ടം. അപ്പൊ എയും ബിനും തമ്മിൽ കൂട്ടുക, അവിടെ കൂട്ടിക്കോ, കൂട്ടി എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ആദ്യം എയുടെ സെറ്റ് ഞാൻ എഴുതാം. 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട്. ഓക്കെ, യൂണിയൻ അതുപോലെ എന്താ 6 ഉണ്ട്, 8 ഉണ്ട്, 10 ഉണ്ട്, 12. അപ്പൊ 2 സെറ്റ് ഞാൻ അതുപോലെ എഴുതി. ഇനി രണ്ടും മാറാൻ മെർജ് ചെയ്യുക, കൂട്ടുക. യൂണിയൻ എന്ന് പറഞ്ഞാൽ കൂട്ടം. അപ്പൊ കൂട്ടി എഴുതാം. ഒരേപോലത്തെ നമ്പർ രണ്ടിലും ഉണ്ടെങ്കിൽ ഒരു വട്ടം എഴുതിയാൽ മതി. അപ്പൊ അങ്ങനെ ഉണ്ടാവൂലേ, എ എന്ന് പറഞ്ഞ സംഘടനയിലുള്ള കുറെ ആളുകൾ ഉണ്ടാവും, ബി എന്ന് പറഞ്ഞ സംഘടനയിലുള്ള ആളുണ്ടാവും. ഇവർ തമ്മിൽ കൂടുമ്പോൾ ഇവരെ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ ഒരാളല്ലേ ഉള്ളൂ. ആ സംഘടനയിലും ഈ സംഘടനയിലും ഉണ്ട് എന്നാണ്. പക്ഷെ ഇവർ കൂടിച്ചേരുമ്പോൾ ഒരാളായിട്ട് മാറൂലേ. അപ്പൊ അതേപോലെ തന്നെയാണ് രണ്ടിലും കോമൺ ആയിട്ട് നമ്പർ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ 6 ഉണ്ട്, 8 ഉണ്ട്, ഇവിടെ ഉണ്ട് 6 ഉണ്ട്, 8 ഉണ്ട്. അപ്പൊ 2 സംഘടനയിലുള്ള ആൾക്കാരെ കൂട്ടം ചെയ്യുമ്പോൾ പിന്നെ ഒരാളായി മാറും. അപ്പൊ ഒരേപോലത്തെ നമ്പറുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒരു വട്ടം എഴുതാൻ പാടുള്ളൂ എന്നുള്ള കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ നമ്മൾ പിന്നെ ഇത് എഴുതുമ്പോൾ തെറ്റാനൊക്കെ കൺഫ്യൂഷനൊക്കെ ഉള്ള ആളുകൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞത്, ഏറ്റവും ചെറിയ നമ്പർ ആദ്യം എഴുതിയാൽ മതി കേട്ടോ. 2, ഏറ്റവും വലിയ നമ്പർ എത്രയാണ്? 12 ആണല്ലോ. സെറ്റ് എയിലും സെറ്റ് ബിയിലും ചെറിയ നമ്പർ 2. നോക്കുക, ചെറിയ നമ്പർ 2 അല്ലേ? ഏറ്റവും ചെറിയ നമ്പർ ഏതാ? 2. ഏറ്റവും വലിയ നമ്പർ ഏതാ? 12. അപ്പോൾ ഇതിന് ടെക്നിക്കാ സാറ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ചിലർക്ക് നമ്പറൊക്കെ എഴുതുമ്പോൾ കൺഫ്യൂഷൻ ടെൻഷനൊക്കെ ഉള്ള ആളുകൾക്കാണ്. 2 എന്ന് എഴുതാണ്ട് നമ്പർ 3 ഉണ്ടാ നോക്കുക. 2 സെറ്റിൽ 3 ഇല്ലല്ലോ. 4 ഉണ്ടാ, 4 ഉണ്ട്. 5 ഉണ്ടാ, 5 ഇല്ല. 6 ഉണ്ടാ, 6 ഉണ്ട്. 7 ഉണ്ടാ, 7 ഇല്ല. 8 ഉണ്ട് അല്ലേ? 7 ഇല്ല. 8 ഉണ്ട്. 9 ഉണ്ടാ, ഇല്ല. 10 ഉണ്ടാ, ഉണ്ട്. 11 ഉണ്ടാ, ഇല്ല. 12 അല്ലേ? കാരണം വലിയ നമ്പർ 12 ആണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ വളരെ ഈസി ആയിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സെറ്റ് യൂണിയൻ കാണാൻ പറ്റും. ഇത്രയേ ഉള്ളൂ യൂണിയൻ. ഈ യൂണിയൻ കാണാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു. യൂണിയൻ എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നുള്ള ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ഉണ്ടായാൽ മതി. ഇനി അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ബ്ലാ ഇതൊന്നും വേണ്ട, അതൊക്കെ ജസ്റ്റ് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ നമ്മളിതൊക്കെ ഈ ഇതിന്റെ ഒക്കെ പ്രോപ്പർട്ടീസും ഇതൊന്നും നമുക്ക് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. പല ആളുകളും ഈ പ്രോപ്പർട്ടി ഒക്കെ കണ്ടിട്ട് ടെൻഷൻ ആയിക്കാണ്. നമുക്ക് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ക്രാക്ക് ചെയ്യുക, ഈ പ്രോപ്പർട്ടി ഒന്നും നമുക്ക് ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഇനി രണ്ടാമത്തത് ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്. 2 സെറ്റുകളുടെ, അപ്പം ഞാൻ പറഞ്ഞില്ല ഇത് വീണ്ടും പഠിക്കണ്ട, സ്പെഷ്യൽ പ്രീമിയം കോഴ്സാണ് സാർ ഈ പറയുന്നത്. പ്രീമിയം കോഴ്സാണ് പറയുന്നത്. അത് ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ നേരെ എന്ത് ചെയ്താൽ മതി, ക്വസ്റ്റ്യനിലോട്ട് വന്നാൽ മതി. ഇന്റർസെക്ഷൻ എന്താണെന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ എന്താ ഇന്റർസെക്ഷൻ? എ ഇന്റർസെക്ഷൻ ബി അല്ലേ? ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ, യൂണിയൻ എന്ന് പറഞ്ഞാൽ കൂട്ടം, ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ കോമൺ എലമെന്റ്സാ. എയിലും ബിയിലുമുള്ള കോമൺ എലമെന്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഇന്റർസെക്ഷൻ. സാർ അങ്ങനെ പറഞ്ഞാലൊന്നും മനസ്സിലായില്ല, നോക്ക്. സോ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താടാ? 1 3 5 7. ഇന്റർസെക്ഷന്റെ വട്ട് തിരിച്ചാട് കേട്ടോ. ഇന്റർസെക്ഷൻ 2 4 6 8. രണ്ടിലും ഒരേപോലത്തെ എലമെന്റ്, അതിനാണ് ഇന്റർസെക്ഷൻ എന്ന് വിളിക്കുക. സാറേ മനസ്സിലായില്ല. രണ്ടിലും ഒരേപോലത്തെ എലമെന്റ്. അതെ, ഒന്നാമത്തെ സെറ്റിൽ 1 ഇവിടെ ഉണ്ടോ? ഇല്ല. 2 ഉണ്ടോ? ഇല്ല. 3 ഉണ്ടോ? ഇല്ല. 5 ഉണ്ടോ? ഇല്ല. സാറേ ഇവിടെ ഒരു എലമെന്റും കോമൺ ആയിട്ടില്ലല്ലോ. ഒരു എലമെന്റ് കോമൺ ഇല്ലെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം നൾ സെറ്റ് എന്ന് വിളിക്കാം. എന്താ വിളിക്കുക? നൾ സെറ്റ്. ലെറ്ററിൽ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നൾ സെറ്റ്, ഒന്നുമില്ല എന്നുള്ളതാണ്.
നൾ സെറ്റ്. അതിന്റെ സിമ്പിളാണ് ഒരു വട്ടം വരയിടുക, അതിന് നൾ സെറ്റ് എന്ന് വിളിക്കാം. 0 എന്ന് എഴുതണ്ട, 0 എലമെന്റ് ആയി പോകും. അപ്പൊ നൾ സെറ്റ് എന്നാണ് എഴുതേണ്ടത് കേട്ടാ. ഇനി സപ്പോസ് ഇതിലൊരു എലമെന്റ് ഉണ്ട് എന്ന് കൂട്ടുക. അപ്പൊ സാർ ഇപ്പൊ എന്ത് ചെയ്തു, ഒരു എലമെന്റ് അവിടെയുള്ള ഒരു എലമെന്റ് സാർ അഡീഷണലി ഇവിടെ 4 ആഡ് ചെയ്തു. സാർ ഇവിടെ ഒരു 4 എന്ന് പറയുന്ന നമ്പർ ആഡ് ചെയ്തു. സാർ ഇതിൽ എന്നോട് പറയാണ് കേട്ടോ, 4 എന്ന് പറയുന്ന സെറ്റ് ഇപ്പൊ 1 3 5 7 1 3 4 5 7 എന്നാക്കി സാറേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇന്റർസെക്ഷൻ ബി എന്താണ് വരിക? ഇതിന്റെ രണ്ടിൽ കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ആരുള്ളത് മക്കളെ? ഇവിടെ 4 ഉണ്ട്, ഇവിടെയും 4 ഉണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എന്ത് കിട്ടാ? 4 ആണ് നമുക്ക് ഇങ്ങനെ വരുമ്പോൾ കിട്ടാം. അപ്പൊ രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇന്റർസെക്ഷൻ എന്ന് പറയാം. സപ്പോസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ട്വിസ്റ്റ് ആക്കാൻ വേണ്ടി 2 സെറ്റുകൾ തരും, എന്നിട്ട് 2 സെറ്റിലും കോമൺ എലമെന്റ് കാണൂല, അതിലും ഇതിലുള്ള എലമെന്റ് കാണൂല. അപ്പൊ നമ്മൾ എഴുതേണ്ടത് എന്താണ്? നള്ള. ഇതേപോലെ ക്വസ്റ്റ്യൻസ് ഇനി വരുന്നുണ്ട്, ഒരുപാട് വരുന്നുണ്ട് കേട്ടാ, അതിലോട്ടൊക്കെ വരാം. ഇനി സാറേ ഇവിടെ കുറെ പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ, അതൊന്നും വേണ്ട മക്കളെ, എക്സാം ക്രാഷ് ചെയ്യാൻ അതൊന്നും വേണ്ട. ഓക്കെ, സോ നെക്സ്റ്റ് ഡിഫറൻസ് ഓഫ് സെറ്റ്. അതൊന്നും ഞാൻ പറഞ്ഞത്, ഇതൊന്നും പഠിക്കാതെയാണ് നമ്മളിത് മാർക്ക് വാങ്ങിക്കാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതേപോലെയാണ് 14 ചാപ്റ്റർ സാർ നിങ്ങൾക്ക് സെറ്റാക്കി തരാൻ പോകുന്നത്. ചുമ്മാ അനാവശ്യമായിട്ടുള്ള അവസാന നിയമത്തിൽ തിയറി കാര്യങ്ങളൊന്നും നിങ്ങൾ പഠിക്കണ്ട കേട്ടാ. നെക്സ്റ്റ് എ ബി, ഫൈൻഡ് എ യൂണിയൻ ബി ആൻഡ് എ ഇന്റർസെക്ഷൻ ബി, എ മൈനസ് എ ഇന്റർസെക്ഷൻ ബി. നമുക്കൊന്ന് ചെയ്തു നോക്കാം. നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് എല്ലാവരും ഒന്ന് പെന്നും ബുക്കൊക്കെ എടുത്ത് ട്രൈ ചെയ്യടാ. ഫസ്റ്റ് എ യൂണിയൻ ബി. ആദ്യം നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണാം. എ യൂണിയൻ ബി കാണാം. എ യൂണിയൻ ബി രണ്ടിലെയും ഒരേപോലെ അല്ലെ എലമെന്റുകളെയും നമ്മൾ കൂട്ടി എഴുതാം. 1 3 5 6 യൂണിയൻ ബി ഏതാടാ? 1 3 4 5 7. നോട്ട് എടുത്തിട്ട് വേണം എഴുതാട്ടോ, നോട്ട് എടുത്തിട്ട്. എടാ രണ്ടിനെയും കമ്പൈൻ ചെയ്യും, 2 എലമെന്റിനെയും കമ്പൈൻ ചെയ്യും. സോ ഇവിടെ സാറേ 1 ഉണ്ട്, ഏറ്റവും ചെറിയ നമ്പർ 1ഉം ഏറ്റവും വലിയ നമ്പർ 7. അപ്പോൾ വേറെ ട്രിക്ക് പറഞ്ഞില്ല സാർ കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ഏറ്റവും ചെറിയ നമ്പർ കണ്ടെത്തുക, ഏറ്റവും വലിയ നമ്പർ കണ്ടെത്താം. സാറേ 1 ആണ് ചെറിയ നമ്പർ, 1 കണ്ടെത്തിയാലോ, കോമ. എടാ 1 മുതൽ 7 വരെ നമ്പർ, എന്നിട്ട് നമ്മൾ ചുമ്മാ അങ്ങനെ പറയാം. 1 എഴുതി, ചെറുതാദ്യം എഴുതി, എന്നിട്ട് പറയാം 2 ഉണ്ടോ നോക്കുക, 2 ഉണ്ടോ, 2 ഉണ്ട്. എന്നിട്ട് ചുമ്മാ പറയാം 3 ഉണ്ടോ, 3 ഉണ്ട്, 4 ഉണ്ടോ, 4 ഉണ്ട്, 5 ഉണ്ടോ, 5 ഉണ്ട്, 6 ഉണ്ടോ, 6 ഉണ്ട്, 7 ഉണ്ടോ, 7 ഉണ്ട്. ആൻസറായി. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ട്രിക്കി ആയിട്ട് ഇങ്ങനെ എഴുതാവുന്ന കാര്യമുള്ളൂ. 1 2 3 4 5 6 7 എന്ന് പറഞ്ഞിട്ട് കൺഫ്യൂഷനിലായിട്ട് ചെറുത് എഴുതാം, ഏറ്റവും വലുതും കണ്ടെത്തുക. എന്നിട്ട് ചെറുതുമെന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യുക, അങ്ങനെ എണ്ണ 1 കഴിഞ്ഞാൽ 2, നാച്ചുറൽ നമ്പർ എണ്ണ പോലെ 2 3 4 5 ഉണ്ടാന്ന് നോക്കുക, ഉണ്ടെങ്കിൽ എഴുതാം, ഇല്ലെങ്കിൽ എഴുതണ്ട. ഓക്കെ, സോ അതേപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആടാ, എ ഇന്റർസെക്ഷൻ ബി കാണാം. 2 എലമെന്റ്സിന്റെയും ഈ കോമൺ എലമെന്റ്സ് കാണാം. എ ഇന്റർസെക്ഷൻ ബി. സാർ അതിന്റെ ഉത്തരം നേരെ എഴുതിയാൽ പോരെ? നേരെ എഴുതിയാൽ പോരെ? നോക്കൂ, എ ഇന്റർസെക്ഷൻ ബി നേരെ എഴുതാം. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ് 1 ഉണ്ട്, 1 ഉണ്ട്. സോ 1 ഒരു സൊല്യൂഷനാണ്, 1 ഒരു സൊല്യൂഷനാണ്. അതുപോലെ 3 ഉണ്ട്, 3 ഉണ്ട്, 3 എന്താണ്, സൊല്യൂഷനാണ്. പിന്നെ 5 ഇവിടെ ഉണ്ട്, 5 ഇവിടെ ഉണ്ട്, 5 ഒരു സൊല്യൂഷനാണ്. ഇനി വേറെ ഒന്നുമില്ല സാറേ. സോ 1 3 5 ആണ് ഇതിൻ്റെ അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ സബ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കേട്ടോ. എ ഇന്റർസെക്ഷൻ ബി എന്താടാ? 1 3 5. രണ്ടിലും ഒരേപോലത്തെ എലമെന്റ് എന്താടാ? ഇവിടെ ഉണ്ടോ? 1 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. 1 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. 2 സെറ്റിലും ഒരേപോലെയുള്ള എലമെന്റുകളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇന്റർസെക്ഷൻ എന്ന് വിളിക്കുന്നത്. എന്താടാ വിളിക്കുക? ഇന്റർസെക്ഷൻ. മൂന്നാമത്തത് എ മൈനസ് എ ഇന്റർസെക്ഷൻ ബി. അതവിടെ നിൽക്കട്ടെ, അതിന്റെ മുന്നേ നമുക്ക് ഇവിടെ മൈനസിനെ നമുക്കൊന്ന് പഠിക്കാം. സാർ ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, ബിഫോർ സാർ ആദ്യം ഒരു സ്ലൈഡ് ആഡ് ചെയ്യട്ടെ. അത് സാർ നിങ്ങൾക്ക് ആദ്യം ഒന്ന് പറഞ്ഞു തരട്ടെ, ബേസ് ഒന്ന് പറഞ്ഞിട്ടെ. എടാ എ എന്ന് പറയുന്ന സെറ്റ് 1 2 3 ആണെന്നിരിക്കട്ടെ. ബി എല്ലാവരും എഴുതിക്കെ. ബി എന്ന് പറയുന്ന സെറ്റ് 2 3 4 ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് സാറേ എ മൈനസ് ബി കാണാം? ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഈഫ് സെറ്റ് എ 1 2 3 എല്ലാവരും എഴുതണം. ബി 2 3 4 ഫൈൻഡ് എ മൈനസ് ബി. എന്താ ക്വസ്റ്റ്യൻ? ഫൈൻഡ് എ മൈനസ് ബി. എ മൈനസ് ബി കാണാം. ഓക്കേടാ, അപ്പോൾ നമുക്ക് നോക്കാം എ മൈനസ് ബി എങ്ങനെ കിട്ടുക എന്നുള്ളത്. സോ ഫസ്റ്റ് എ നമ്മൾ അതുപോലെ എഴുതാം. എ എഴുതാം. എന്താ ട്രിക്കാട്ടോ സാർ, ഫുള്ള് ട്രിക്കിലാണ് നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത്. 14 ചാപ്റ്റർ ഇതുപോലെ ട്രിക്കിൽ സാർ പറഞ്ഞുതരാം. സാർക്ക് ബുക്കൊക്കെ കാണാപ്പാടാണ്, അത് വേറെ കാര്യം, ബുക്സൊക്കെ കാണാപ്പാടായിരിക്കും. അപ്പോൾ അത് ട്രിക്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എടാ എ മൈനസ് ബി സിമ്പിൾ ട്രിക്ക് എത്ര. എടാ ഇത് മാഗ്നറ്റാന്ന് വിചാരിക്കാം. ഇത് എ മൈനസ് ബി കേട്ടോ. എടാ ഇത് മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിക്കുന്ന കാന്തം, മാഗ്നറ്റ് എന്നൊക്കെ പറയില്ലേ. എടാ ഈ 2 ഇവനെ വലിക്കും, അപ്പോൾ ഇവനെ ഒട്ടിപ്പിടിച്ചിട്ട് ഇങ്ങോട്ട് പോരും കേട്ടോ. എന്ത് ചെയ്തു? ഈ 2 എന്ന് പറയുന്ന നമ്പർ ഈ 2നെ ഇവിടുന്ന് കട്ടാക്കി കളഞ്ഞു. എന്ത് ചെയ്തു? ഈ 2 എന്ന് പറയുന്ന നമ്പർ ഈ 2നെ കട്ടാക്കി കളഞ്ഞു. ഈ 3 എന്ന് പറയുന്ന നമ്പർ ഈ 3നെ കട്ടാക്കി കളഞ്ഞു. ഈ 4 എന്ന് പറയുന്ന നമ്പർ ഇതിൽ നോക്കിയാൽ കട്ടാക്കാനില്ല, കാരണം ഓൾറെഡി 4 സിമിലർ ഇല്ല, അപ്പോൾ ഇത് കൂട്ടി പിടിക്കാനുള്ളതില്ല. എന്നിട്ട് അവശേഷിക്കുന്ന ആൾ ആരാ? അവശേഷിക്കുന്നവനാണ് അതിൻ്റെ സൊല്യൂഷൻ.
എന്താ സാറ് പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ല അല്ലേ? അതായത് ഇതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് എങ്ങനെയാണ്? ബിയിലുള്ള എലമെൻറ്റ് എയിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് എയിൽ അവശേഷിക്കുന്ന എലമെൻറ്റിനെയാണ് എ മൈനസ് ബി എന്ന് പറയുന്നത്. അതാണ് സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ. നിങ്ങൾക്ക് ഇതൊന്നും പറ്റില്ലെങ്കിൽ മാഗ്നറ്റ് ആയിട്ട് സങ്കല്പിക്കുക. 2 മാഗ്നറ്റ് ഇവിടെ മുക്കിയെടുത്താൽ 2 കട്ടായി 3 ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ 3നെ അട്രാക്ട് ചെയ്തു. 4 ഇവിടെ 8 ഇതാക്കിയാലും 4 വരാനൊന്നുമില്ല, 4 ഇല്ലല്ലോ, സിമിലർ നമ്പർ ഇല്ലല്ലോ. പിന്നെ അവശേഷിക്കുന്ന ആരവിടെ? 1. അതാണ് അതിൻ്റെ സൊല്യൂഷൻ. സോ ഇതിൻ്റെ സൊല്യൂഷൻ ഈസ് 1 ഈസ് ദ സൊല്യൂഷൻ. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ട്രിക്ക്. ഓക്കെ, ഇനി ഇതനുസരിച്ച് ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക്. ഇതിൻ്റെ ഈ പ്രോബ്ലം ഒന്ന് കണ്ടേ. എ മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി. സോ എ മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി. എടാ എ ഓൾറെഡി, ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. എ ഓൾറെഡി എത്രയാടാ? സെറ്റ് ഓഫ് ഓൾ 1 2 3 5 6 മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി നമ്മൾ മുന്നേ കണ്ടെത്തിയിട്ടുണ്ടതാ 1 3 5. അത് നമ്മൾ നേരെ കൊടുക്കുക. 1 3 5 മൈനസ് ചെയ്തോ, നേരത്തെ പറഞ്ഞ അതേ ടെക്നിക്ക് സാറ് പറഞ്ഞേ. സോ 1 ഇതിൽ മുക്കിയെടുത്തു, ദാ 1 കട്ടായി പോയി. 3 ഇതിൽ മുക്കിയെടുത്തു, ദാ 3 കട്ടായി പോയി. 5 ഇതിൽ മുക്കിയെടുത്തു, ദാ 5 കട്ടായി പോയി. ഇനി ആകെ 2 നമ്പറുകളേ ഉള്ളൂ. ഏതൊക്കെടാ? 2ഉം 6ഉം. ദാറ്റ് ഈസ് ദ ഫൈനൽ ആൻസർ. 2 6 ഈസ് ദ ഫൈനൽ ആൻസർ. 2 6 ഈസ് ദ ഫൈനൽ ആൻസർ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളായതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എ മൈനസ് ബി എക്സാമിന് വന്നാൽ നിങ്ങൾ ചെയ്യണേ. ഇതിനൊക്കെ പുറമെ സാർ നിങ്ങൾക്ക് വേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അതിനൊക്കെ പുറമെ നിങ്ങൾക്ക് വർക്ക്ഷീറ്റ് ഉണ്ട്. അത് പെയ്ഡ് സ്റ്റുഡൻസിനാണ്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾക്ക് മൊത്തം പറഞ്ഞുതരാം ഈ ക്ലാസ്സോടുകൂടെ. നെക്സ്റ്റ് ആണ് കോംപ്ലിമെന്റ് ഓഫ് സെറ്റ് എന്ന് പറയുന്നത് കേട്ടോ. കോംപ്ലിമെന്റ് ഓഫ് സെറ്റ് എന്ന് പറയുന്നതാണ് അടുത്ത ടോപ്പിക് കേട്ടോ. എ കോംപ്ലിമെന്റ് എന്ന് എഴുതാം. എ കോംപ്ലിമെന്റ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമുക്ക് യൂണിവേഴ്സ് തന്നിട്ടാണ് കോംപ്ലിമെന്റ് സെറ്റ് പറയാം. എങ്ങനെയാണ് സാറേ? ഈ കോംപ്ലിമെന്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അതിന് എ മണ്ടമ ഒരു വര, എ ഡാഷ്, അല്ലെങ്കിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? എയുടെ മണ്ടമ ഒരു സി എന്ന് എഴുതാം. അങ്ങനെ എഴുതിയാൽ കോംപ്ലിമെന്റ്. പക്ഷെ ഇങ്ങനെ കാണാറില്ല ക്വസ്റ്റ്യൻ പേപ്പറിൽ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ വരുള്ളൂ, ഗ്യാരണ്ടി. ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ വരും, എ ഡാഷ് എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റ് എന്നാണ്. അതായത് ഏലില്ലാത്ത എലമെന്റുകളെയാണ് എ കോംപ്ലിമെന്റ് എന്ന് വിളിക്കുന്നത്. എന്താണ് സാറേ? ഏലില്ലാത്ത എലമെന്റുകളെയാണ് എ കോംപ്ലിമെന്റ്. സാർ അങ്ങനെ പറഞ്ഞാൽ ഏലില്ലാത്ത എലമെന്റോ? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നിങ്ങൾ ഇവിടെ മാത്രം നോക്കിയാൽ മതി. ഞാൻ ഈ പറയുന്ന സ്ഥലത്ത് മാത്രം നോക്കിയാൽ മതി. ഇവിടെ മാത്രം ഞാൻ ഈ റൗണ്ട് ചെയ്ത് കൊടുത്ത് മാത്രം നോക്കിയാൽ മതി. ബാക്കി ഒന്നും നിങ്ങൾ വായിക്കണ്ട കേട്ടോ. അതൊന്നും വായിക്കണ്ട. അതൊക്കെ ഒഴിവാക്കുക. ഒന്നും വായിക്കണ്ട. ഓക്കെ. സോ യു 1 2 3 4 5 6 7 ബ്ലാ 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 വാട്ട് ഈസ് ദ ആൻസർ അല്ലേ? അതിനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. യു 1 2 3 4 5 6 7 8 9 10 എ 2 3 5 7 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഏലില്ലാത്ത എലമെന്റുകളെയാണ് എ കോംപ്ലിമെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോ, ഏലില്ലാത്ത എലമെന്റ് കേട്ടോ. എ എന്താടാ മക്കളെ? 2 3 5 7. സാറേ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഏലില്ലാത്ത നമ്പറുകൾ. ഏലുണ്ടാവാൻ പാടില്ല. അപ്പോൾ 2 എഴുതാൻ പാടില്ല. അപ്പോൾ സാറേ 2 3 5 7 അല്ലാണ്ട് ഏലില്ലാത്ത നമ്പറുകൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അവസാനമില്ലാത്ത നമ്പറുകളില്ലേ? അവിടെയാണ് യൂണിവേഴ്സ്, പ്രപഞ്ചം. ഒരു പ്രപഞ്ചത്തിലെ നമ്പർ തന്നിട്ടുണ്ട്. ആ പ്രപഞ്ചം എത്രയേ ഉള്ളൂ? 1. അതായത് ആ പ്രപഞ്ചത്തിൽ ആകെ 1 മുതൽ 10 വരെ നമ്പർ ഉള്ളൂ. അതിനെ വിളിക്കുന്ന പേരാണ് പ്രപഞ്ചം. അതിനെയാണ് നമ്മൾ മലയാളത്തിൽ അല്ലെ യൂണിവേഴ്സ്, അല്ലെങ്കിൽ മലയാളത്തിൽ പ്രപഞ്ചം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ യൂണിവേഴ്സ് എന്ന് വിളിക്കുന്നത്. ആ യൂണിവേഴ്സിൽ 1 മുതൽ 10 വരെ ഉള്ളൂ. അപ്പോൾ നമുക്ക് എളുപ്പം എഴുതാൻ ഏലില്ലാത്ത നമ്പർ എഴുതാൻ പറഞ്ഞേ. 1 സൊല്യൂഷനാണ്. ആ 2 പറ്റില്ല, 3 ഉണ്ട് ഇവിടെ, 4 5 ഇവിടെ ഉണ്ട്, 6 7 ഇവിടെ ഉണ്ട്, 8 9 10. ഇനി 11 എഴുതാൻ പാടില്ല. പ്രപഞ്ചത്തിലുള്ള നമ്പറിൽ വെച്ചിട്ട് 11 എഴുതരുത്. നമുക്ക് തന്ന പ്രപഞ്ചത്തിൽ ആരില്ല? 11 ഇല്ല. ഏതുവരെ ഉള്ളൂടാ? 10 വരെ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് എ കോംപ്ലിമെന്റ് എഴുതേണ്ടത്. ഒന്നും കൂടെ സാറ് പറയാം. ഏലില്ലാത്ത നമ്പറുകളെയാണ് എ കോംപ്ലിമെന്റ് എന്ന് വിളിക്കുന്നത്. ഏൽ ഓൾറെഡി 2 3 5 7 ക്വസ്റ്റ്യനിലുണ്ട്. അപ്പൊ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഏലില്ലാത്ത നമ്പറുകളെയാണ്. വിത്ത് റെസ്പെക്ട് ടു എന്താണ് മക്കളെ? യൂണിവേഴ്സ് ആണ്. നമ്മുടെ പ്രപഞ്ചത്തിൽ 1 മുതൽ 10 വരെ നമ്പറാണ്. അപ്പോൾ ഏലില്ലാത്ത നമ്പറുകൾ ആരൊക്കെ വരാം? ഇതിലില്ലാത്ത നമ്പറുകൾ ആരൊക്കെയാണ്? 1 വരും, 4 വരും, 6 വരും, 8 വരും, 9 വരും, 10 വരും. സെറ്റല്ലേ മക്കളെ എ കോംപ്ലിമെന്റ് എന്താന്നുള്ളത്? ഇനി സബ്സെറ്റ് എഴുതാൻ ഇത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്ക്. ഇതങ്ങനെ വരാം, മേ ബി ചില കേസിൽ ഇത് വരുള്ളൂ. സബ്സെറ്റ്, വാട്ട് ഇസ് സബ്സെറ്റ് ഓഫ് അല്ലെ? അതൊന്നും അത്ര ഇനി വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെയല്ല വരിക. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ വന്ന ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ തന്നെ അറിയാതെ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളത്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി ഇതിലുണ്ട്. അതൊക്കെ ഇപ്പോൾ സാറ് സെറ്റാക്കി തരാം കേട്ടോ. സബ്സെറ്റ് കാണാൻ വേണ്ടിയിട്ട്, സബ്സെറ്റ് ഒന്നും കാണാൻ ഇനി വന്നോളുന്നില്ല. എന്നാലും ഒന്ന് പഠിച്ച് വെച്ചേക്ക്. നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ അല്ലേ? അപ്പോൾ 2ന്റെ സബ്സെറ്റ് എഴുതാന്ന് പറഞ്ഞാൽ സെറ്റുകളെ പിരിച്ച് എഴുതുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സബ്സെറ്റ്. ഇതിപ്പോൾ 2 അവിടെ നിൽക്കട്ടെ. ഇത് പ്രീവിയസ് ഇയർ വന്ന ക്വസ്റ്റ്യൻ ആണ്. 2 അവിടെ നിൽക്കട്ടെ. സാർ വേറൊരു സെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ഇപ്പോൾ എ ഈക്വൽ ടു 1 2. 1 2ന്റെ സബ്സെറ്റ് കാണാം. അതിപ്പോൾ 2 ഇത് ഒരു എലമെൻ്റല്ലേ ഉള്ളൂ. ഇത് എളുപ്പമാണ് കാണാൻ. ഇപ്പോൾ 1 2 ക്വസ്റ്റ്യൻ എന്ന് വിചാരിച്ചോ. അങ്ങനെയാണ് ഇതിൻ്റെ സബ്സെറ്റ് സാർ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞിട്ട് പിരിച്ചെഴുതണതിനെ സബ്സെറ്റ് എന്ന് വിളിക്കാം. എന്താണ് മലയാളത്തിൽ? പിരിച്ചെഴുതാം.
1 2 പിരിച്ചെഴുതി എങ്ങനെ ആദ്യം 1 ഒക്കെ സെറ്റിൽ എഴുതണേ, പിന്നെ 2, പിന്നെ അവരെ കമ്പനിയാക്കാം, 1 2 കമ്പനിയാക്കാം, പിന്നെ ആരുമില്ലാത്തൊരവസ്ഥ. ആ സെറ്റിൻ്റെ അകത്ത് ആരുമില്ലാത്തൊരു അവസ്ഥ എന്ന് പറയുന്നത് അതിൻ്റെ സബ്സെറ്റ് ആണല്ലോ. ഒരു കാലിപാത്രവും അതിൻ്റെ ഒരു സബ്സെറ്റാണ്. അപ്പം നള്ള് എപ്പോഴും സബ്സെറ്റിൽ എന്ത് ചെയ്യണം, നമ്മൾ എഴുതണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം അങ്ങനെയാണെങ്കിൽ 2ൻ്റെ സബ്സെറ്റ് എന്താ? വളരെ എളുപ്പമാണ്. 2 ഒരെണ്ണം, പിന്നെ കാലിപാത്രം, അതാണ് നള്ള്. വേണമെങ്കിൽ ഒരു കോമൺ സെറ്റ് റെപ്രസെൻറ്റേഷൻ കൊടുത്ത് കേട്ടോ. ക്ലിയർ ആണോടാ? അത് ചിലപ്പോഴേ വരുള്ളൂ, അതൊക്കെ ഇനി ചാൻസ് കുറവാണ് കേട്ടോ. ഇപ്പോൾ വെണ്ടകരം കണക്ട് ചെയ്തിട്ടാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വരിക, അതിലോട്ടൊക്കെ വരുന്നുള്ളൂ. വെണ്ടകരത്തിന് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ സാർ പറഞ്ഞില്ല, ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ സാർ സെറ്റാക്കി തരാം നിങ്ങൾ കേട്ടോ. ഇപ്പോൾ വന്നു, ഇനി അതല്ല, ഇനി വരുന്ന ക്വസ്റ്റ്യൻ സാർ പറഞ്ഞുതരാം അതെങ്ങനെയാണ്. ഇതാ ഞാൻ ഈ പറയുന്ന സാധനം, ഇവിടെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കേട്ടോ. അതിനുശേഷം ഇവിടെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇവിടെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, ഇടാം കുറേ പ്രോബ്ലംസ് വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കാൻ പോകുന്നത്, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ 2 ഭാഗമാണുള്ളത്, ഒന്ന് ഇൻ്റർസെക്ഷനുമുണ്ട്, ഒന്ന് യൂണിയനുമുണ്ട്. സാർ ഇതൊരു പേജ് എടുത്ത് പറഞ്ഞത്, ഇതൊക്കെ അവിടെ കേട്ടിക്കട്ടെ. സാർ ഇതൊരു പേജിൽ അടിപൊളി ട്രിക്കിൽ ഞാൻ പഠിപ്പിച്ചുതരാം. ട്രിക്കിൽ ഫസ്റ്റ് ഇൻ്റർസെക്ഷനുമുണ്ട്, യൂണിയനുമുണ്ട്. ആദ്യം സാർ 2 കേസ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ഇത് ട്രിക്കിൽ ഞാൻ പറഞ്ഞുതരാം, ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരിക കേട്ടോ. ഇതാണ് ഇനി വരുന്ന മെയിൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ, നോട്ട് ചെയ്തോ. ഇൻ്റർസെക്ഷൻ, ഇവിടെ ഇൻ്റർസെക്ഷനിൽ 2 ക്വസ്റ്റ്യൻ ആണ് വരിക. ഒന്ന് എ കണ്ടെയ്നഡ് ബി ഉണ്ട്, ഒന്ന് ബി കണ്ടെയ്നഡ് എ ഉണ്ട്. എന്താണ് സാറേ പറഞ്ഞത്? വാട്ട് ഇസ് ദ മീനിങ് ഒക്കെ പറഞ്ഞുതരാം. കണ്ടെയ്നഡ് എന്നൊക്കെ എന്താണെന്ന് പറഞ്ഞുതരാം, ഞങ്ങൾ പേടിക്കൊന്നും വേണ്ട. എ കണ്ടെയ്നഡ് ബി, എ കണ്ടെയ്നഡ് ബിയും ചോദിക്കും, അല്ലെങ്കിൽ ബി കണ്ടെയ്നഡ് അങ്ങനെ കണ്ടെയ്നഡ് ഇൻ എ, ഇത് എന്ത് വേണേലും അവർ ചോദിച്ചോട്ടെ. ഇവിടെ എന്ത് വരണം എന്നുള്ളതൊക്കെ അവരുടെ ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും, ക്വസ്റ്റ്യനിൽ നിങ്ങളോട് ചോദിക്കും എ കണ്ടെയ്നഡ് ബി ആണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി എന്താ ഡാഷ്. അതുപോലെ തന്നെ ഇവിടെയും ചോദിക്കും എ ഇൻ്റർസെക്ഷൻ ബി എന്താ. ഇതാണ് നിങ്ങളുടെ എക്സാമിന് വേണ്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഇൻ്റർസെക്ഷനിലൂടെ ഞാൻ അത് അടുത്ത് ഇപ്പുറത്തും വരച്ചു തരാം, നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് ഞാൻ പഠിച്ചു തരാം. ഇനി യൂണിയനിലുണ്ട്, ഇതും വളരെ ഏതാ വരിക എന്ന് പറയാൻ പറ്റില്ല. ഇവിടെയും എ കണ്ടെയ്നഡ് ബി, ദെൻ അതുപോലെ ബി കണ്ടെയ്നഡ് ഇൻ എ. ഇവിടെ അപ്പോൾ വരുമ്പോൾ എ യൂണിയൻ എന്നാണ് വരിക, കാരണം യൂണിയൻ്റെ പ്രോപ്പർട്ടി അല്ലേ. ഇവിടെ എന്തെന്നെ വരിക? എ യൂണിയൻ ബി ഈക്വൽ ടു ഡാഷ്. ഈ രണ്ടാലൊരു ക്വസ്റ്റ്യൻ ആണ് ഇപ്രാവശ്യത്തെ മെയിൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ഞാൻ ഇപ്പം തന്നെ അതാ പ്രവചിക്കുന്നു. ഓക്കെ, എ കണ്ടെയ്നഡ് ബി ആവുമ്പോൾ എ ഇന്റർസെക്ഷൻ ബി എന്താ? എന്താ സാറേ ഈ എ കണ്ടെയ്നഡ് ബി? പല ആളുകളുടെ ഡൗട്ടാണ്, അത് സാർ സെറ്റാക്കി തരാം, ശ്രദ്ധിച്ചോ. നിങ്ങൾ ഈ എക്സാമിന് ഇത് വന്നാൽ ചെയ്യേണ്ട മെത്തേഡ് എന്താണെന്ന് അറിയോ? നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളിത് കാണാപാഠം പഠിച്ച് പോണ്ട. കാണാപാഠം പഠിച്ച് പോയാലാണ് ഇത് തെറ്റുക. അതിനെ നിങ്ങൾ കാണാതെ പഠിക്കേ വേണ്ട. കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻ കണ്ടു എന്ന് വിചാരിച്ചോ, ഒന്നുകിൽ എ കണ്ടെയ്നഡ് ബിയോ അതല്ലെങ്കിൽ ഈ പറയുന്ന എ കണ്ടെയ്നഡ് എ യൂണിയൻ ബിയോ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക? കൂൾ ഓഫ് ടൈമിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചുമ്മാ എ എന്ന് പറയുന്ന ഒരു സെറ്റ്, ചുമ്മാ ഇഷ്ടമുള്ള നമ്പർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ, ഞാൻ 1 2 3 എന്ന് എടുത്തു, നിങ്ങൾക്ക് 1 2 3 4 5 6 വാട്ട് എവർ നമ്പർ നിങ്ങൾക്ക് അപ്പം തലേ തോന്നിയ നമ്പർ ഏത് വേണമെങ്കിലും എടുക്കാം. കുറച്ച് നമ്പർ എടുത്താൽ മതി കേട്ടോ. അതുപോലെ ബി എന്ന് പറയുന്ന നമ്പർ നിങ്ങൾക്ക് കുറച്ച് നമ്പർ എടുത്താൽ മതി. എപ്പോഴും ഏലുള്ള നമ്പറിന് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഉൾപ്പെടുത്തിയില്ലെങ്കിൽ കുഴപ്പമില്ല, എന്നാലും ഉൾപ്പെടുത്താൻ നല്ലതാണ്. സോ 3 എടുത്തു സാറ്, 3 4 5 എന്ന് പറയുന്ന അടുത്ത ഒരു 3 നമ്പർ എടുത്തു. എക്സാമിന് ഏത് നമ്പർ വേണമെങ്കിൽ എടുത്ത് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അതിനുശേഷം ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ? എ കണ്ടെയ്നഡ് ബി എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എ ബിയിലുണ്ടോ? അപ്പൊ എന്ത് ചെയ്യണം വെച്ചാൽ ഈ നമ്മൾ ക്വസ്റ്റ്യൻ അനുസരിച്ചിരിക്കണം. ഇപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിചാരിച്ചോ. ഇതാണ് ഇപ്പം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എ കണ്ടെയ്നഡ് ബി. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ബിയുടെ സെറ്റിനെ മാറ്റണം. അപ്പോൾ ഈ ബിയുടെ സെറ്റിനെ മാറ്റിയിട്ട് എ കണ്ടെയ്നഡ് ബി, എ ബിയിൽ ഉണ്ടാവണം. വാട്ട് ഇസ് ദ മീനിങ്? എ കണ്ടെയ്നഡ് ഇൻ ബി, എ ബിയിൽ ഉണ്ടാവണം. അപ്പോൾ എ ബിയിൽ ഉണ്ടാക്കിയിട്ട് എഴുതാം 1 2 3. ഇപ്പം എന്തായി? എ ബിയിലുണ്ട്. ഇനി ഒരു നമ്പർ അഡീഷണൽ കൂടെ കൊടുത്തേക്ക്. നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം. പക്ഷെ കണ്ടീഷൻ ഇതാണ്, എ കണ്ടെയ്നഡ് ബി ആവണം. എന്താണ് സാറേ? എ കണ്ടെയ്നഡ് ഇൻ ബി ആവണം. നിങ്ങൾ നോക്കി നോക്കേ, എയിലുള്ള എലമെന്റ് ബിക്കകത്തുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണെന്ത്? എ കണ്ടെയ്നഡ് ഇൻ ബി. ഇങ്ങനെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് തോന്നിയത് എഴുതാം. പിന്നെ ഒരു വേണമെങ്കിൽ ഒരു എക്സ്ട്രാ നമ്പർ അഡീഷണൽ അവിടെ കിടന്നോട്ടെ. എന്നിട്ട് എന്താ ചോദിച്ചത്? 2 ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഇവിടെ ആണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി എന്താ, അതേപോലെ പിന്നെ അടുത്ത 2 ഒരുമിച്ച് നമ്മൾ ചെയ്യുന്നത്. പിന്നെ എന്താ? എ യൂണിയൻ ബി. 2 ഒരേ ക്വസ്റ്റ്യൻ ആണല്ലോ. എ കണ്ടെയ്നഡ് ബി ആണെങ്കിൽ എ യൂണിയൻ ബി എന്താ, എ ഇന്റർസെക്ഷൻ ബി എന്താ. ഇത് രണ്ടുമാണ് നമ്മളിപ്പോൾ സാധാരണ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രണ്ടും ഒരു ഇതിൽ തന്നെ നമുക്ക് ചെയ്യാം, ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ചെയ്യാം. സോ എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു ഡാഷ് എന്താ, എ യൂണിയൻ ബി ഈക്വൽ ടു ഡാഷ് എന്താ എന്നാണ് ക്വസ്റ്റ്യൻ.
ജനറലി നിങ്ങൾ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് കണ്ടേ, ജനറലി നിങ്ങളൊന്നത് കണ്ടേടാ, ജനറലി നിങ്ങളൊന്ന് കണ്ടേ, ജനറലി വേറെ കളർ എടുക്കാം സാർ. നമ്മൾ കാണുന്നു എ ഇൻ്റർസെക്ഷൻ ബിയും എ യൂണിയൻ ബി കാണുന്നു. എന്താ കോമഡി നോക്കാം, ഒന്ന് കണ്ടേടാ. എ ഇൻ്റർസെക്ഷൻ ബി എന്താ, രണ്ടിലും കോമൺ എലമെന്റ്. ഇൻ്റർസെക്ഷൻ ബി എന്താ സാറേ കിട്ടുന്നത്? പറ. ഇവിടെ തന്നെ വേണമെങ്കിൽ അതിൻ്റെ സെറ്റ് എഴുതാട്ടാ. എ ഇൻ്റർസെക്ഷൻ ബി, എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു പറ. എ എന്താടാ 1 2 3, ബി 1 2 3 4, രണ്ടിലും കോമൺ എലമെന്റ് എന്താ മക്കളെ? 1 2 3 അല്ലേ? ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ കോമൺ എലമെന്റ്സ് അല്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഏതാണ്? 1 2 3 1 2 3 1 2 3. 1 2 3 എന്ന് പറയുന്ന സാധനം എന്താ? എ അല്ലേ? ഒന്ന് ആലോചിച്ചോക്കെ. 1 2 3 എന്ന് പറയുന്ന ആൻസർ എന്താ? എ അല്ലേ? സോ ഇതിന്റെ സൊല്യൂഷൻ എന്താണ്? എ ആണ്. ഓക്കെ, ഇതിന്റെ സൊല്യൂഷൻ നമ്മൾ എഴുതുന്നത് എന്താണ്? എ ഈസ് ദ സൊല്യൂഷൻ. അപ്പോൾ എക്സാമിന് ഇത് ഫില്ല് ചെയ്യേണ്ടത് എ എന്നാണ്. കാണാപാഠം പഠിച്ചോ? നമ്മൾ എക്സാമിന് ചുമ്മാ എ കണ്ടന്റ് ബി ആയിട്ട് ഒരു എക്സാമ്പിൾ എഴുതി, അത്രേ ആവശ്യമുള്ളൂ. ഇനി എ യൂണിയൻ ബി എന്താ? എനെയും ബിനെയും യൂണിയൻ ചെയ്താൽ എന്താ പറ? എ യൂണിയൻ ബി. എനെയും ബിനെയും കമ്പൈൻ ചെയ്ത് എഴുതാം. അപ്പോൾ 1 മുതൽ 4 വരെ യൂണിയൻ ഞാൻ നേരത്തെ പറഞ്ഞു. എനെയും ബിനെയും യൂണിയൻ ചെയ്യുക, മെർജ് ചെയ്യുക, കൂട്ടി എഴുതാം. 1 2 3 4. ഇതെന്താ ഈ 1 2 3 4 എന്ന് പറഞ്ഞ സാധനം എന്താ? 1 2 3 4 യഥാർത്ഥത്തിൽ എന്താ പറ? ബി ആണ് സാറേ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ത് വരും? എ യൂണിയൻ ബി അല്ലേ പറയുന്നത്? അപ്പോൾ എ യൂണിയൻ ബി ഇവിടെ എന്ത് വരുടാ? ബി ആണ് ആൻസർ വരിക. ഇവിടെ നമുക്ക് എന്ത് വരും? ബി ആണ് നമുക്ക് എന്ത് ചെയ്യുക? ആൻസർ വരിക. അപ്പോൾ കാണാപാഠം പഠിച്ചാൽ അതൊക്കെ പ്രശ്നമാവും. വളരെ ഫ്രീ മൈൻഡഡ് ആയിട്ട് പോവാം. ഇപ്പം നമ്മൾ ഇന്റർസെക്ഷൻ അത് കഴിഞ്ഞു. ഇനി ബി കണ്ടെയ്നഡ് എ ആണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി എന്താണ്? അപ്പം നമ്മൾ തിരിച്ച് എന്ത് ചെയ്യണം? ഒരു എക്സാമ്പിൾ കൂടി നമ്മൾ സെറ്റ് ചെയ്യണം. ബി കണ്ടെയ്നഡ് എ ആയിട്ട് ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്യണം. മനസ്സിലായ? ബി കണ്ടെയ്നഡ് എ ആയിട്ട് നമ്മളൊരു എക്സാമ്പിൾ സെറ്റ് ചെയ്യുന്നു. പറ. ബി കണ്ടെയ്നഡ്. അപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ ബി എലമെന്റ് എടുക്കാം. 1 2 എടുക്കാം. എ ബി കണ്ടെയ്നഡ് ഇൻ എ. അപ്പോൾ 1 2 3 4 എന്നൊക്കെ എടുത്തോ, ഇഷ്ടമുള്ള എടുത്തോ. ബി എയിലുണ്ടായാൽ മതി. ബി കണ്ടെയ്നഡ് എ. അങ്ങനെയാണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബിയും എന്താ? ഇതല്ലേ നമ്മളെ ക്വസ്റ്റ്യൻ. എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ഡാഷ്, എ യൂണിയൻ ബി ഈക്വൽ ഡാഷ്. ഇതാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ എ ഇന്റർസെക്ഷൻ ബി ജനറലി പറഞ്ഞേ. എ ഇന്റർസെക്ഷൻ ബി കോമൺ എലമെന്റ്. രണ്ടിൽ കോമൺ എലമെന്റ്സ് ഏതാടാ? 1 2 1 2. ഇന്റർസെക്ഷൻ ആട്ടോ കോമൺ. എടാ 1 2 എന്ന് പറയുന്നത് എന്താ മക്കളെ? ബി ആണ്. അപ്പോൾ അതിന്റെ ആൻസർ ബി കണ്ടെയ്നഡ് എ ഇന്റർസെക്ഷൻ ബി അല്ലേ? എ ഇന്റർസെക്ഷൻ ബി ഇവിടെ എന്ത് വരടാ? ബി ഈസ് ദ ഫൈനൽ സൊല്യൂഷൻ. ബി കണ്ടെയ്നഡ് എ ആകുമ്പോൾ എ ഇന്റർസെക്ഷൻ ബി എന്താടാ? ബി ആണ്. എ ഇന്റർസെക്ഷൻ ബി എന്താടാ? ബി ആണ്. അതുപോലെ എ യൂണിയൻ ബി എന്താ? കമ്പൈൻ ചെയ്ത് എഴുതാം. എ യൂണിയൻ ബി കമ്പൈൻ ചെയ്തോ പറഞ്ഞു. സാധാരണ യൂണിയൻ പറഞ്ഞോ? 1 2 3 4 അല്ലേ? 1 2 3 4. ഈ 1 2 3 4 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? എ ആണ്. അപ്പോൾ എ യൂണിയൻ ബി എന്താടാ? എ യൂണിയൻ ബി എന്താ കിട്ടുക? എ ആണ് കിട്ടുക. ഇവിടെ എന്താ കിട്ടുക? എ ആണ് കിട്ടുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എക്സാമിന് ഞാൻ ഉറപ്പ് പറയുന്നു ഈ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. ഒന്നുകിൽ ഇതുണ്ടായിരിക്കും. ഇത് കാണാപാഠം പഠിച്ചാൽ എങ്ങനെ പഠിക്കാൻ പറ്റുക? നടക്കൂല. അപ്പോൾ കാണാപാഠം ഈ 4 ഒന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. കാണാപാഠം പഠിക്കണ്ട, ഞാൻ നിങ്ങൾക്ക് അതിന് ഐഡിയ പറഞ്ഞു കേട്ടോ. ഒന്നും കൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്നും കൂടെ ബാക്ക് ചെയ്തിട്ട് ഒന്നും കൂടെ കണ്ടാൽ മതി. കറക്റ്റ് കോൺസെപ്റ്റാണ് സാറ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. വളരെ സിമ്പിളാണ്. ഒന്നും കൂടെ പറയാം. എന്താണ്? എ കണ്ടെയ്നഡ് ഇൻ ബി ആണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി എന്താണ് മക്കളെ? എ ആയിരിക്കും. എ ഇന്റർസെക്ഷൻ ബി കണ്ടെയ്നഡ് എ ആണെങ്കിൽ എന്തായിരിക്കും? ബി കണ്ടെയ്നഡ് എ ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും മക്കളെ? എ ഇന്റർസെക്ഷൻ ബി ബി ആയിരിക്കും. അതേപോലെ തന്നെ എ കണ്ടെയ്നഡ് ബി എ യൂണിയൻ ബി ആണ്, ബി ആയിരിക്കും. ബി കണ്ടെയ്നഡ് ആണ്, എ യൂണിയൻ ബി ആയിരിക്കും. പെർഫെക്റ്റ് ആൻസർ ആണ് കേട്ടോ. എടാ അതാണ് ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാം. ഞാൻ ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എക്സാമിന് ചോദിക്കും അത് കേട്ടോ. നെക്സ്റ്റ് ആണ് ഇനി സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. നമുക്ക് എ ബി സി ഇനി 2 ഫോർമാറ്റ് ഉണ്ട് സെറ്റുകൾക്ക്. എന്താ സാറേ 2 ഫോർമാറ്റ്? എടാ ഒന്ന് ഇങ്ങനെ എഴുതും, ഇങ്ങനെ 1 2 3 ഇങ്ങനെ എഴുതുന്നതിനെ വിളിക്കുന്ന പേരാണ് റോസ്റ്റ് ചെയ്യുക. നമ്പറുകളിനെ വിളിക്കുന്ന പേരാണ് റോസ്റ്റർ ഫോം. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പിനെ വിളിക്കൂലേ? ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലാരിറ്റി കിട്ടും. ഇപ്പോൾ 2 4 6 എന്ന് പറയുന്ന എ എന്ന് പറയുന്ന സെറ്റ്, ഇത് റോസ്റ്റർ. ഇതിനെ വിളിക്കുന്ന പേര് റോസ്റ്റർ ഫോം. റോസ്റ്റ് ആയിട്ട് കിടക്കുന്ന നമ്പറുകൾ. ഈ റോസ്റ്റർ ഫോമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ വെച്ചാൽ സെറ്റ് ബിൽഡറിൽ എഴുതാൻ പറ്റും. അതായത് സാർ ഇത് ഇങ്ങനെ ഉണ്ടാക്കാം. ഇത് ഉണ്ടാക്കാൻ നമുക്ക് ഇംഗ്ലീഷ് ലെറ്റർ ഉപയോഗിച്ചുകൊണ്ട് എക്സ് എന്ന് കൊടുക്കുക, 2 കുത്തിടനെ കോളൻ എന്നാണ് വിളിക്കുക കേട്ടോ. എന്നിട്ട് എക്സ് എന്താ? ഈ ഇൻപുട്ടിൽ ഇപ്പോൾ ഈ 2 4 6 ആണ് നമ്മൾ സെറ്റ് ബിൽഡറിൽ എഴുതുന്നത് കേട്ടോ. 2 ഫോർമാറ്റ് ഉണ്ടാകും. ഒന്ന് നമ്പറായിട്ട് എഴുതുന്ന റോസ്റ്റർ എന്നാണ് പേര്. കാണാപാഠം പഠിച്ചു ഒന്ന് മനസ്സിലാക്കി വെക്കുക. റോസ്റ്റർ എന്ന് പറഞ്ഞ പേര് പഠിക്കണം. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ എ ബി സി റൈറ്റ് എ ബി സി ഇൻ റോസ്റ്റർ ഫോം എന്നാ പറയാം.
റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്പറാക്കി എഴുതുന്നതിന് വിളിക്കുന്ന പേരാണ് റോസ്റ്റർ ഫോം. അത് അറിഞ്ഞേ പറ്റൂട്ടോ, അത് മനസ്സിൽ വരണം. പിന്നെ ആ റോസ്റ്റർ ഫോമിനെ ഇംഗ്ലീഷിൽ എഴുതുന്നതിന് വിളിക്കുന്ന പേരാണെന്ത്? സെറ്റ് ബിൽഡർ ഫോം. അപ്പം നമ്മളെ ഭാഷയിൽ എഴുതിയാൽ മതി, ഇതൊക്കെ നമ്മളെ ഭാഷയാണ്. ഇപ്പോൾ എക്സ് 2 കോളൻ, എക്സ് ഈസ് എ ഈവൺ നമ്പർ, വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഈവൺ നമ്പറാണ്. ഈവൺ നമ്പർ ബിറ്റ്വീൻ 1 and 8 അല്ലേ, 1 and 7 എന്ന് പറയാം. 1 and 8 എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. 1 and 7 1നും 7നും ഇടയ്ക്കുള്ള ഈവൺ നമ്പറുകൾ ഏതാന്ന് പറഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് പറയും എന്താടാ 2 4 6 8 ആണ് അല്ലേ, 2 4 6 ആണ് നിങ്ങൾ പറയും. ഇതിനെ വിളിക്കുന്ന പേരാണ് സെറ്റ് ബിൽഡർ ഫോം. എന്താടാ മക്കളെ, ഇങ്ങനെ എഴുതുന്ന ഫോർമാറ്റിനെ വിളിക്കുന്ന പേരാണ് സെറ്റ് ബിൽഡർ ഫോം. ഇനി നമ്മളെ ക്വസ്റ്റ്യനിലോട്ട് വരാം. ഇപ്പൊ തന്നിക്കുന്നത് ABC സെറ്റ് ബിൽഡർ ഫോമിലാണ്, അത് റോസ്റ്ററിൽ എഴുതണം. അപ്പൊ നമുക്ക് എഴുതാം. ആദ്യം ABC എന്താ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി വായിച്ചേ. കൺസിഡർ എ ബ്ലാ ബ്ലാ ബ്ലാ, ബി ബ്ലാ ബ്ലാ ബ്ലാ, സി ബ്ലാ ബ്ലാ ബ്ലാ, റൈറ്റ് ABC ഇൻ റോസ്റ്റർ. നിങ്ങൾ ABC ഒന്നും ഇപ്പോൾ വായിക്കണ്ട, അതൊക്കെ ചുമ്മാ വിട്ട് കളയാം. എന്താ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം, റൈറ്റ് ABC ഇൻ റോസ്റ്റർ ഫോം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വെരിഫൈ ചെയ്യുക, A യൂണിയൻ B യൂണിയൻ. ഓക്കേടാ പറ, ഇതിനെ റോസ്റ്റർ ഫോമിൽ എഴുതാം നമുക്ക്. എടാ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം, ഇവിടെ ചെറിയൊരു ഒന്ന് അപ്ഡേറ്റ് ചെയ്യണ്ടേ. A യൂണിയൻ B യൂണിയൻ C എന്നാണ് കേട്ടോ. ഓക്കെ എടാ ഫസ്റ്റ് ABCനെ റോസ്റ്റർ ഫോമിൽ എഴുതാം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 1 എന്ന് എഴുതാം. ഓക്കെ A നമ്പറിൽ എഴുതിയ എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ, 2നും 6നും ഇടക്കുള്ള നാച്ചുറൽ നമ്പർ. മക്കളെ ഇവിടെ ഈക്വൽ ഉണ്ടെങ്കിൽ അല്ലേ, ഇവിടെ ഈക്വൽ ഉണ്ട്, ഇവിടെയും ഈക്വൽ ഉണ്ട്, 6 ഇവിടെ 2 ഈക്വൽ ഉണ്ടെങ്കിൽ രണ്ടും കൂടെ സൊല്യൂഷനാണ്. ഇപ്പോൾ 2x < 6 എന്ന് പറഞ്ഞാൽ വാട്ട്സ് മീൻ 2നും 6നും ഇടക്ക് എന്നാണ്. 2നും 6നും ഇടക്കുള്ള നാച്ചുറൽ നമ്പർ എന്നാൽ 3 4 5 മാത്രമേ ഉള്ളൂ. ഇവിടെ ഈക്വൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ 2x അങ്ങനെ ഇവിടെ ഈക്വൽ വന്നാൽ 2 സൊല്യൂഷൻ എന്നാണ്. ഇവിടെ ഈക്വൽ ഉണ്ടെങ്കിൽ 6 സൊല്യൂഷൻ എന്നാണ്. അപ്പോൾ നമ്മൾ സൊല്യൂഷനായിട്ട് എടുക്കേണ്ട ആരൊക്കെയുടെ മക്കളെ പറ, 2 സൊല്യൂഷനാണ്. നാച്ചുറൽ നമ്പർ 3 ആണ്, 4 ആണ്, 5 ആണ്, 6 വരെ. ഇതാണ് നമ്മളുടെ A എന്ന് പറയുന്ന സെറ്റ്. ക്ലിയർ ആണ്, അത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ അതുപോലെ B എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നത് പ്രൈം നമ്പർ. പല ആളുകളും പ്രൈം നമ്പർ പേടിയാണ് അല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈം നമ്പറുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രൈം നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 2ലാണ്. എത്രയിലാണ്? ആകെ ഈ ലോകത്ത് ഒരു ഈവൺ പ്രൈം നമ്പറേ ഉള്ളൂ, അത് 2ആണ്. അതിലാണ് പ്രൈം നമ്പറെ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 പ്രൈമാണ്, 3 പ്രൈമാണ്, 4 പ്രൈം അല്ല കേട്ടോ. ഞാൻ പ്രൈം അല്ല, 4 പ്രൈം അല്ല. എന്തുകൊണ്ട് സാർ 4 പ്രൈം അല്ല എന്ന് പറയാൻ കാരണം, എടാ 2 × 2 മൾട്ടിപ്ലൈ ചെയ്ത് 2 നമ്പറുകളുടെ പ്രോഡക്റ്റ് കിട്ടുന്ന ഒന്നും പ്രൈം അല്ല. 1 ഒഴികെ കേട്ടോ, 1 കൊണ്ട് ഗുണിച്ചാൽ ഏതും ആ നമ്പർ കിട്ടും. അതിൻ്റെ കാര്യമല്ല പറയുന്നത്. വ്യത്യസ്ത നമ്പറുകളോ സെയിം നമ്പറുകളോ ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതൊന്നും എന്തല്ല, പ്രൈം അല്ല. അപ്പോൾ 2 × 2 പ്രൈം 4 അല്ല, പ്രൈം അല്ല. അപ്പോൾ സാറേ ഇനി അടുത്ത പ്രൈം ഏതാ? 3 കഴിഞ്ഞ 4 അല്ല, 5 പ്രൈമാണ്. 6 പ്രൈം അല്ല, 6 പ്രൈം അല്ല. 7 8 ഇല്ല, 9 ഇല്ല, 10 ഇല്ല, 11 അല്ലേ, 12 ഇല്ല, 13, 14 ഇല്ല, 15 ഇല്ല, 16. അത് മതി, ഇത്രയും മതി തൽക്കാലം. +1 കഴിച്ചിലാവാൻ ഇത്രയും പ്രൈം നമ്പറുകൾ മതി കേട്ടാ. 10 വരെ മതി, എന്നാലും 15 വരെ ഉള്ളത് നമുക്ക് അറിഞ്ഞിരിക്കുന്നല്ല. അപ്പം 6 പ്രൈം അല്ല, റീസൺ എന്താ? 6 പ്രൈം അല്ല, റീസൺ എന്താ? 2 × 3 കിട്ടുന്നൊന്നും പ്രൈം അല്ല. 7 പ്രൈമാണ്, 8 പ്രൈം അല്ല എന്ന് കിട്ടും, കാരണം 4 × 2. 9 എന്താണ് റീസൺ? 3 × 3. ഇതൊക്കെ നിങ്ങൾ അറിയണം. 3 × 3. 10 5 × 2 11 പ്രൈമാണ്. 12 അല്ലേ, 6 2 12 പല കേസിലും വരാം. ഓക്കെ അപ്പോൾ പ്രൈം നമ്പറുകൾ മനസ്സിലായി. ഇനി പ്രൈം നമ്പറുകൾ എങ്ങനെയാണെന്നാ പറയുന്നത് നോക്കേ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4, 7 താഴെ, 7ഉം 7ഉം താഴെ, 7ഉം 7ഉം താഴെ വരുന്ന പ്രൈം നമ്പറുകളൊക്കെ ഒന്ന് പറഞ്ഞേടാ. സ്റ്റാർട്ട് ചെയ്യുന്നതേ 2ലാണ്. 3 4 എഴുതാൻ പറ്റുമോ? അടി 4 പറ്റില്ല സാറേ, 5 പറ്റും, 6 പറ്റില്ല സാറേ, 7 പ്രൈമാണ്. അപ്പോൾ 2 3 5 7 ഒക്കെ എന്താണ്? പ്രൈമാണ്. ഇവിടെ ഈക്വൽ ഉള്ളത് കൊണ്ടാണ് കേട്ടോ, വീണ്ടും പറയുന്നു, ഇവിടെ ഈക്വൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ 7 പ്രൈം നമ്പറിൽ നമ്മൾ ഉൾപ്പെടുത്തിയത് കേട്ടോ. അവിടെ ഈക്വൽ ഇല്ലെങ്കിൽ 7 എഴുതാൻ പാടില്ല. ഇനി ഈ സി എഴുതുന്നതാണ് പല ആളുകൾക്കും ടെൻഷൻ പിടിച്ച സാധനം. സിയുടെ സെറ്റ് എഴുതാനാണ്. ഇതിന് ട്രിക്ക് സാർ പറഞ്ഞുതരാം. സി ഇത് സാർ ട്രിക്ക് പറഞ്ഞുതരാം കേട്ടോ. പല ആളുകളും ടഫായിട്ടുള്ളതാണ്. ഇപ്പോൾ ടെക്നിക്ക് പറഞ്ഞുതരാം. പല ആളുകൾക്കും ഇതൊരു പ്രശ്നമുണ്ട് സാർ, ഇത് ടെക്നിക്കലി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ എടാ ഇതിൻ്റെ ടെക്നിക്ക് ഇതാണ്. 2 നമ്പറുകൾ ഗുണിച്ചു കഴിഞ്ഞാൽ 6. എങ്ങനെ സാറേ? 2 നമ്പറുകൾ ഗുണിച്ചാൽ 6. ഈ എൻഡിങ് ഉള്ള കോൺസ്റ്റൻറ്റ് കിട്ടണം സാറേ. ഈ 2 നമ്പറുകൾ ഗുണിച്ചാൽ 6 ഒരുപാടില്ലേ? ആ ഒരുപാടൊക്കെ ഒന്ന് പറഞ്ഞേ. 1 × 6 6 അല്ലേ സാറേ? ആണ്.
-1 ഇൻറ്റു -6 6 അല്ലേ സാർ? ആണ് സാറേ. 2 ഇൻറ്റു 3 6 അല്ലേ? ആണ്. -2 ഇൻറ്റു -3 6 അല്ലേ? ആണ്. ഇത്രയാണ് 6 വരുന്ന സാധ്യതകൾ. ഇതല്ലാണ്ട് ഇനി 6 വരുന്ന സാധ്യതകളില്ല. നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ ഇൻറ്റീജർ ഗുണിച്ചു കഴിഞ്ഞാൽ, രണ്ട് നമ്പറുകൾ ഗുണിച്ചു കഴിഞ്ഞാൽ 6 വരാനുള്ള സാധ്യത എത്രയാണ്? ഇത്രയും സാധ്യതകളാണ് 6. അപ്പം നമ്മളെ കോൺസെപ്റ്റ് ഇതാണ്, ഏതെങ്കിലും രണ്ട് നമ്പറുകൾ ഗുണിച്ചാൽ 6 വരുന്നതാണ് അതിൻ്റെ സൊല്യൂഷൻ. അത് മാത്രമല്ല, ഇതിൽ ഗുണിച്ചാൽ 6ഉം കിട്ടണം, കൂട്ടിയാൽ -5. ഇത് ഫിക്സ്ഡാണ്. ഇപ്പം ഏതൊരു സെക്കൻഡ് ഡിഗ്രി ആണെങ്കിലും ഗുണിച്ചാൽ ഇവിടെയുള്ള നമ്പർ സൈൻ കൊടുക്കാൻ വേണം എടുക്കാൻ കേട്ടോ. അവിടെ +6 ആയതുകൊണ്ട് 6 എന്നാണ് പറയുന്നത്. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ -5. അപ്പോൾ എൻഡിങ്ങിൽ ഗുണിച്ചാൽ എന്നാണ്, ഇവിടെ കൂട്ടുമ്പോൾ എന്നാണ്. അപ്പോൾ ഇതിൽ ഏത് രണ്ട് നമ്പറുകൾ കൂട്ടിയാലാണ് -5 കിട്ടുക? നമുക്കൊന്ന് കൂട്ടി നോക്കാം, ഓർഡറിൽ കൂട്ടി നോക്കാം. ഓക്കെ, ഫസ്റ്റ് 1 + 6 നമുക്ക് കിട്ടുക 7. നടക്കൂല, -5 കിട്ടണം. -1 + -6 നമുക്ക് എന്താ കിട്ടുക? -7. നടക്കൂല. 2 + 3 നമുക്ക് എന്താ കിട്ടുക? 5. നടക്കൂല. -2 + -3 സാറേ പ്ലസ് മൈനസ് അഡ്ജസ്റ്റൻ്റ് ആയി വന്ന മൈനസ്. അപ്പോൾ 2 - 3 എത്രയാണ്? -5. ഇവിടെ പ്ലസ് മൈനസ് വന്ന മൈനസ് ആയിട്ട് അഡ്ജസ്റ്റൻ്റ്. അപ്പം സാറേ കിട്ടി -5 കിട്ടി. ഇതാ -5 കിട്ടി. -5 കിട്ടി. -5 ഗുണിച്ചപ്പോൾ -2 ഇൻറ്റു -3 ഇതാ ഗുണിച്ചപ്പോൾ 6ഉം വന്നു. അപ്പം രണ്ട് നമ്പറുകൾ ഗുണിച്ചാൽ 6ഉം കൂട്ടിയാൽ അതേ സെയിം നമ്പർ കൂട്ടിയാൽ ഈ എക്സിന്റെ കോഫിഷ്യൻ്റ് ആയ -5ഉം കിട്ടുന്ന രണ്ട് നമ്പറുകൾ ഏതാടാ? -2 -3. -2 -3. എടാ അപ്പോൾ ഈ -2 -3 ആണെങ്കിൽ ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എങ്ങനെ എഴുതാച്ചാൽ, വീണ്ടും ഒന്നും കൂടെ ഡീറ്റെയിൽ പറയാണ്, ശ്രദ്ധിച്ചോടാ. ഇപ്പോൾ x² - 5x + 6 എന്ന് പറയുന്നതാണല്ലോ നമ്മളെ നമ്പർ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ സെക്കൻഡ് ഡിഗ്രി. ഇതിനെ എങ്ങനെ എഴുതാച്ചാൽ, ഇത് ഇക്വേഷനാണ് കേട്ടോ, ഇത് പ്രോബ്ലത്തിൽ =0 എന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ എഴുതാച്ചാൽ, ഇതിൻ്റെ ടെക്നിക്കാണ് -2 -3. നമ്പർ ഏതാണ്? -2 -3. ഇതാണല്ലോ ഫാൻസി നമ്പർ എന്ന് പറയുന്നത്. എഴുതുമ്പോൾ ടെക്നിക്ക് ഇതാണ്. x എന്ന് എഴുതാം, -2 എന്ന് എഴുതാം, x എന്ന് എഴുതാം. പിന്നെ എന്ത് നമ്പറാണ്? -3 = 0. എടാ =0 ഇത് ഇക്വേഷനാണ്. എക്സ് ആദ്യത്തത് =0. അപ്പോൾ എക്സ് എത്രയാകുന്നു? 2 ആകുന്നു. -2 അങ്ങോട്ട് ചാടിയ +2. ഇതേപോലെ x - 3 എന്ന് പറഞ്ഞാൽ 0. -3 അങ്ങോട്ട് ചാടിയാൽ എന്താടാ? x = 3. അപ്പോൾ സൊല്യൂഷനാണ് ചോദിച്ചത്. അപ്പോൾ എക്സിൻ്റെ വിലകൾ എന്ന് പറഞ്ഞാൽ 2, 3 ആയി. അപ്പോൾ 2, 3 ആണ് നമ്മളിവിടെ എന്ത് എഴുതേണ്ടത്? സൊല്യൂഷനായിട്ട് എഴുതേണ്ടത്. നിങ്ങൾ ഒരു കാരണവശാലും എന്ത് എഴുതരുത്? -2 -3 എഴുതരുത്. കാരണം ഇവിടെ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് =0 ഇവിടെ നോക്കി നോക്കി =0 എന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ സൊല്യൂഷനാണ് എഴുതേണ്ടത്. എക്സിൻ്റെ വാല്യൂ ആണ് നമ്മൾ എന്ത് എഴുതേണ്ടത്? നിർബന്ധമായിട്ട് എഴുതേണ്ടത്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ABC ഇൻ റോസ്റ്റർ ഫോം. അങ്ങനെ സെറ്റായിട്ട് എഴുതുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? റോസ്റ്റർ ഫോം. നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണെന്ത്? വെരിഫൈ ദാറ്റ് A യൂണിയൻ B യൂണിയൻ C =N. ഇത് വെരിഫൈഡ് ആണ്. അസോസിയേറ്റീവ് ലോ എന്നൊക്കെ പറയും. ആ ലോ അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് അസോസിയേറ്റീവ് ലോ, അത് വെരിഫൈഡ് ആ സെറ്റിൽ. അതൊന്ന് വെരിഫൈ ചെയ്ത് കൊടുക്കാൻ നമുക്ക് കേട്ടോ. വളരെ ഈസിയാണ്. എന്താ വെരിഫൈ ചെയ്യേണ്ടത്? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കാം. ആദ്യം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പറയുന്നത് A യൂണിയൻ B യൂണിയൻ C. ഇത് കാണാപാഠം പഠിക്കുന്നത് അസോസിയേറ്റീവ് ലോ. ഞാൻ ട്രിക്ക് പറഞ്ഞേക്കാം സാറ്. A യൂണിയൻ B യൂണിയൻ C = A യൂണിയൻ B യൂണിയൻ C. ആദ്യത്തെ രണ്ടെണ്ണത്തിന് എന്ത് ചെയ്യുക? വട്ടം. അവസാനത്തെ രണ്ടെണ്ണത്തിന് ഇത് വെരിഫൈഡാണ്. ഇത് ആക്ച്വലി ഇത് വെരിഫൈഡാണ്. അസോസിയേറ്റീവ് ലോ വെരിഫൈഡ് ആണ്. അത് യൂണിയൻ്റെ പ്രോപ്പർട്ടിയാണ്. യൂണിയൻ്റെ പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ അസോസിയേറ്റീവ് ലോ വെരിഫൈഡ് ആണ്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് മാത്രം. വെരിഫൈഡ് ആണ്, നമ്മൾ കാണിച്ചു കൊടുക്കണം. അപ്പോൾ LHS എടുത്തിട്ട് നമ്മളൊന്ന് പ്രൂവ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് പ്രോപ്പർട്ടിയിലാണത് വരുന്നത്. പ്രോപ്പർട്ടി വേണ്ടത്, അത് വെരിഫൈഡ് ആണെന്ന് നമുക്ക് അറിഞ്ഞാൽ മതി. നമ്മൾ വെരിഫൈ ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതി. സോ A യൂണിയൻ B ആദ്യം ചെയ്യാം. നോക്കുക, A യൂണിയൻ B. അപ്പോൾ A യൂണിയൻ B പറഞ്ഞേ, ഏനെ സെറ്റ് ഏടെ എലിമെൻറ്റൊക്കെ പറഞ്ഞേ. 2 3 4 5 6 2 3 4 5 6 4 5 6 യൂണിയൻ B എന്താ? 2 3 5 7 2 3 5 7 പറ. A യൂണിയൻ ബിയുടെ ആൻസർ എന്താവും? യൂണിയൻ ചെയ്താൽ ഏറ്റവും ചെറിയ നമ്പർ 2 ആടാ, വലിയ നമ്പർ 7. അപ്പോൾ എണ്ണിക്കോ. 2 കഴിഞ്ഞാൽ 3 എന്ന് എഴുതിക്കോ. 4 5 6 7 കഴിഞ്ഞു. ദാറ്റ് ഇസ് A യൂണിയൻ B. അതിൻ്റെ കൂടെ യൂണിയൻ C ചെയ്യാം. നോക്ക്, A യൂണിയൻ ബിൻ്റെ കൂടെ എന്ത് ചെയ്യണം? യൂണിയൻ C ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത പേജിൽ നമുക്ക് ചെയ്യാം. നമുക്ക് കാണേണ്ടത് ഫൈനൽ ആൻസർ A യൂണിയൻ B യൂണിയൻ C ചെയ്യാമെന്നാണ്. ഇപ്പോൾ A യൂണിയൻ B കിട്ടി. അതെന്താ? 2 3 4 5 6 2 3 4 5 6 7 കൂടെ ഉണ്ടല്ലോ. 6 7 യൂണിയൻ C എന്താ മക്കളെ കിട്ടിയേ? സിയുടെ സെറ്റ് എന്താ? 2 3.
നമ്മളിവിടെ കൊടുക്കുക സിയുടെ സ്ഥാനത്ത് 2 3 കൊടുക്കുക. രണ്ടും പാടെ കമ്പൈൻ ചെയ്ത് എഴുതാം. രണ്ടും പാടെ കമ്പൈൻ, ചെറുത് 2 വലുത് 7 ആണ്. വീണ്ടും അതേപോലെ തന്നെ 2 3 4 5 6 7 വരെ ഉള്ളൂ. സോ ഇതാണ് നമുക്ക് കിട്ടിയ LHS. RHSും ഇത് തന്നെ കിട്ടാൻ പോകുന്നത്, മാറ്റമൊന്നുമില്ല. എയും ബി നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് വയ്ക്കാൻ മതി. 3 സെറ്റുകളും യൂണിയൻ ചെയ്താൽ എന്തെന്നെ വരിക? ഈ മൊത്തം എലമെന്റ് യൂണിയൻ ചെയ്ത പോലെ ഉണ്ടാവില്ലേ? അത് അസോസിയേറ്റീവ് ആണെന്ന് പറഞ്ഞ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന പേരിട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതന്നെ കിട്ടാൻ പോകുന്നത്. എന്നാലും നമ്മൾ ചുമ്മാ ചെയ്യാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇത് ആൻസർ എന്തായാലും എന്ത് ചെയ്യും, വരും. എ യൂണിയൻ ബി യൂണിയൻ സി, അവസാനത്തെ 2 ബ്രാക്കറ്റ്. സോ ഇതിൽ ആദ്യം ആരെ കാണാം? ബി യൂണിയൻ സി. ഇതിൻ്റെ റൂൾ ഇങ്ങനെയാണ്, ആദ്യം ബി യൂണിയൻ സിനെ കാണാം. പറ ബി എന്താ? പ്രോബ്ലം ഇങ്ങനെ എക്സാമിന് ചെയ്തോളണം കേട്ടോ. എക്സാമിന് ഇതുപോലെ ചെയ്യണം. 2 3 5 7 2 3 5 7 യൂണിയൻ 2 3 അല്ലേ? 2 3 കമ്പൈൻ ചെയ്യും. 2 3 ഏറ്റവും ചെറുത് 2 3 5 7 എന്നിട്ട് ഇനി അത് കണ്ടുവിടാം. എ യൂണിയൻ ബി യൂണിയൻ സി. സോ ആൻസർ എന്താ വരിക? എ എന്താടാ? 2 3 4 5 6 2 3 4 5 6 യൂണിയൻ 2 3 5 7. സോ ഫൈനൽ ആൻസർ എന്താ കിട്ടുക? 2 3 4 5 6 7. അത് ആക്ച്വലി വെരിഫൈഡ് ആണ്, മനസ്സിലായ? ഇതന്നെ കിട്ടുക. അപ്പോൾ LHSും RHSും വെരിഫൈഡ്. അവസാനം നിങ്ങൾ എന്ത് എഴുതുക? അതൊന്നും എഴുതി വെച്ചാൽ മതി. അവസാനം എന്ത് ചെയ്യടാ? അതൊന്നും എഴുതി വെച്ചാൽ മതി കേട്ടോ. കാരണം ഇവിടെ LHSും RHSും ആക്ച്വലി എന്താടാ? വെരിഫൈഡ് ആണ്. ഓക്കേടാ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക. അത്രേ ആവശ്യമുള്ളത് കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ നമ്മൾ പറഞ്ഞ കേട്ടോ, ഒന്നും ഇനി വേണ്ട. ഒക്കെ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈ പ്രോബ്ലമൊക്കെ എ യൂണിയൻ ബി എ ഇന്റർസെക്ഷൻ ഇതൊക്കെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസാണ്. എടാ ഇനി എ ഡാഷിൻ്റെ ക്വസ്റ്റ്യൻസ് ഇതും കൂടെ നമ്മൾ കഴിഞ്ഞു കേട്ടോ. വളരെ ഇനി വെൻ ഡയഗ്രം കൂടെ പറയുമ്പോൾ കഴിയും കേട്ടോ. വെൻ ഡയഗ്രാണ് എ ഡാഷ് ബി ഡാഷ്. എടാ നമുക്ക് ഡിമോർഗൻസ് ലോ എന്ന് പറഞ്ഞ സാധനം പേടിക്കാൻ കേട്ടോ. ചില ആൾ ഡിമോർഗൻസ് ലോ എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിക്കുന്ന ആൾക്കാരുണ്ട്. ഡിമോർഗൻസ് ലോ ചില ആൾക്ക് പേടിയാണ്. എന്താ സാറേ ഈ ഡിമോർഗൻസ് ലോ എന്ന് പറഞ്ഞു? ഡിമോർഗൻസ് ലോ ഓക്കെ. കാണാപാഠം പഠിക്കുകയേ വേണ്ട കേട്ടാ. ടെക്നിക്ക് പറഞ്ഞുതരാം, നോക്കടാ. എ യൂണിയൻ ബി എന്ന് എഴുതാം. എ യൂണിയൻ ബി ഓൾ ഡാഷ് എന്ന് എഴുതാം. പിന്നെ അങ്ങനെയാണെങ്കിൽ ഇപ്പം എന്ത് എഴുതാനുണ്ട്? 2 എണ്ണല്ലേ ഉള്ളൂ. ഒന്ന് എ യൂണിയൻ ബി ഓൾ ഡാഷും എ യൂണിയൻ ബി. ഒന്ന് എ, ഇതല്ലേ 2 നമ്മൾ ഇതുവരെ കണ്ടിരുന്നത്. ഒന്ന് എ ഇന്റർസെക്ഷൻ ബി എ യൂണിയൻ ബി. ഇതല്ലേ നമ്മൾ ഇതുവരെ കണ്ടിരുന്നേ. ഇതുമല്ലേ ഇപ്പം ഇതുവരെ കണ്ടിരുന്നേ. അപ്പോൾ അതിൻ്റെ മണ്ടമ്മ ഒരു ഡാഷ് ഇടുക, എ ഇന്റർസെക്ഷൻ ബിയുടെ മേലെ ഒരു ഡാഷ് ഇടുക. അത് കണ്ട് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈക്വൽ ടു നിങ്ങൾ നോക്ക്, എന്ന് എഴുതുക, മണ്ടമ്മ ഡാഷ് എഴുതുക, യൂണിയൻ ഡാഷ്. ശ്രദ്ധിച്ചോ, കോംപ്ലിമെന്റിനെ ഡാഷ് ചെയ്താൽ ഇന്റർസെക്ഷൻ ആവും. അപ്പോൾ ഇന്റർസെക്ഷനെ ഡാഷ് ചെയ്താൽ എന്താവും? യൂണിയൻ ആവും. ഇത് നമ്മൾ അറിഞ്ഞിരിക്കാം. എന്താണ് യൂണിയനെ ഡാഷ് ചെയ്ത തല തിരിച്ചോ? ഇന്റർസെക്ഷനെ ഡാഷ് ചെയ്ത യൂണിയൻ. അപ്പോൾ പറ യൂണിയനെ ഡാഷ്. അപ്പോൾ യൂണിയൻ ഡാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താവും? ഇന്റർസെക്ഷൻ ആവും. പിന്നെ അവിടെ ബി ഡാഷിലോട്ട് കൊടുത്താണ്. അതേപോലെ ഇവിടെ എന്ത് വരും? എ ഡാഷ്. അപ്പോൾ ഇന്റർസെക്ഷൻ ഡാഷ് ചെയ്ത യൂണിയൻ. പിന്നെ എന്ത് വരും? ബി ഡാഷ്. അപ്പോൾ എന്താ ചെയ്തത് സാറ്? എ ഡാഷ് എ ഡാഷ്, യൂണിയൻ ഡാഷ് ഇന്റർസെക്ഷൻ, ബി ഡാഷ് അങ്ങനെ എഴുതാം. അതേപോലെ എ ഡാഷ്, ഇന്റർസെക്ഷൻ ഡാഷ് ചെയ്ത യൂണിയൻ, ബി ഡാഷ്. അപ്പോൾ ഇത് കാണാപാഠം പഠിക്കേണ്ട. ദാറ്റ് ഇസ് ഡിമോർഗൻസ് ലോ. കാണാപാഠം പഠിക്കുകയേ വേണ്ടതൊന്നും. കാണാപാഠം പഠിച്ചാലൊക്കെ കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഇത് ഡിമോർഗൻസ് ലോ വെരിഫൈഡ് ആണ് ആക്ച്വലി സെറ്റുകൾക്ക്. ഡിമോർഗൻസ് ലോ വെരിഫൈഡ് ആണ് സെറ്റുകൾക്ക്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ കണ്ട എ ഇന്റർസെക്ഷൻ ബി ഓൾ ഡാഷ് എ ഡാഷ് യൂണിയൻ ബി ഡാഷ് എന്ന് പറഞ്ഞാൽ അത് വെരിഫൈഡ് ആയിരിക്കും. ഇത് ഗ്യാരണ്ടിയാണ്, ഇത് വെരിഫൈഡ് ആയിരിക്കും. ഡിമോർഗൻസ് ലോ സാറ്റിസ്ഫൈഡ് ആണ് സെറ്റുകൾ കേട്ടോ. അപ്പോൾ അതിൻ്റെ തിയറിയാണ്. തിയറി ഒന്നും ഇപ്പോൾ നമുക്ക് വേണ്ടല്ലോ. അപ്പോൾ എയും ബിയും സിയും ഉണ്ട്. എ ഡാഷ് ബി ഡാഷ് കാണണം. സാറേ എന്തിനാണ് എ എത്ര? യൂണിവേഴ്സ് ആണ്. ആദ്യം യൂണിവേഴ്സ് 1 2 3 4 5 6 7 8 ആണ് എ ബി. എടാ അതായത് യൂണിവേഴ്സ് തരുന്ന എല്ലാ ക്വസ്റ്റ്യൻ എ ഡാഷ് കാണുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ യൂണിവേഴ്സ് ഉണ്ടാവും. യൂണിവേഴ്സ് ഇല്ലാണ്ട് എ ഡാഷ് പറയാൻ പറ്റില്ല. എയിലില്ലാത്ത നമ്പർ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ് അവിടെ തരണം. യൂണിവേഴ്സ് തരാണ്ട് എ ഡാഷ് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ തെറ്റായി പോകും. അങ്ങനെ ക്വസ്റ്റ്യൻ തെറ്റുള്ളൊന്നും ഇടൂല. വളരെ ശ്രദ്ധിച്ചാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇറക്കാം കേട്ടോ. സോ നമുക്ക് ആദ്യം എ ഡാഷ് കാണാം. ഏലില്ലാത്ത നമ്പറുകളാണ് എ ഡാഷ്. അപ്പോൾ ഏലില്ലാത്ത നമ്പർ ഏതാ സാറേ? നോക്കേ 2 4 6 8 2 4 6 8 ഏതൊക്കെ നമ്പറാണ് കാണുന്നത്? നിങ്ങൾ പറ. ഞാൻ വെട്ടിക്കളഞ്ഞു. 1 3 5 7 കാണാൻ 1 3 5 7 അത്രേ ഉള്ളൂ ആൻസർ. 1 3 5 7. അതേപോലെ ബി ഡാഷ്. ബിയിലില്ലാത്ത നമ്പർ വെട്ടാം. ബി 2 4 8 ആണ്.
248 അല്ലേ, 2 വെട്ടി 4 വെട്ടി 8 വെട്ടി. അപ്പോൾ ആൻസർ എന്താടാ 13567. 13567 13567. ഓക്കെ, സമയം കാണുന്നില്ലടാ. 13567. എടാ നെക്സ്റ്റ്, അപ്പോൾ അത് കിട്ടി സാർ, ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടിയല്ലോ. ആൻഡ് ഫോർ പ്രൂവ് ദാറ്റ് എ യൂണിയൻ ബി ഓൾ ഡാഷ് ഈക്വൽ, രണ്ടും നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടല്ലേ. അവിടെ രണ്ടും ഡിമോർഗൻസിലോ പ്രൂവ് ചെയ്യാനാണ് പറയുന്നത് അല്ലേ. ഡിമോർഗൻസിൻ്റെ 2 സെറ്റാണ് പറയുന്നത്, ചുമ്മാ പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തേത് എ യൂണിയൻ ബി ഓൾ ഡാഷ്. അപ്പോൾ നമുക്ക് അടുത്ത പേജിലോട്ട് പോവാം. അടുത്ത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ യൂണിയൻ ബി ഓൾ ഡാഷ് എന്തായിരിക്കും, എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. ഇത് ധൈര്യമായിട്ട് ഇത് വെരിഫൈഡ് ആണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ആദ്യം എ യൂണിയൻ ബി ഓൾ ഡാഷ് കാണണം. ആദ്യം എന്താ കണ്ടത്, എ യൂണിയൻ ബി ഓൾ ഡാഷ് കാണാം. ഇത് ഒറ്റയടിക്ക് കാണുന്നതിന് പകരം ആദ്യം എ യൂണിയൻ ബി, ആദ്യം ഇവനെ കാണാം, പിന്നെ ഡാഷ് കാണാം. എങ്ങനെ സാറേ? എടാ എ യൂണിയൻ ബി ഓൾ ഡാഷ് എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് കാണാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിലുള്ള ഇന്നറിലുള്ള എ യൂണിയൻ ബിനെ ആദ്യം കാണാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങളിത് കാണാൻ പറ്റുള്ളൂ. ആദ്യം എ യൂണിയൻ ബി, അതിനകത്തുള്ള എ യൂണിയൻ ബി പറ. എ യൂണിയൻ ബി എന്താ, എനെയും ബിനെയും യൂണിയൻ ചെയ്യാം. സ്റ്റെപ്പ് എ ഡാഷല്ല കേട്ടോ, എ യൂണിയൻ ബി ആണ്. അപ്പോൾ എ എഴുതണം. എ 2468 ആണ്, 2468 യൂണിയൻ ബി എന്താടാ ക്വസ്റ്റ്യനിൽ 248. നമ്മൾ നേരത്തെ ചെയ്ത പോലെടാ യൂണിയൻ ചെയ്യുക, രണ്ടും പാടെ യൂണിയൻ ചെയ്തോ. എ യൂണിയൻ ബി കമ്പൈൻ ചെയ്തോ, ചെറുത് മുതൽ വലുത് വരെ എഴുതിക്കോ. 2ഉം 8ഉം ആണ്. 2 3 ഇല്ല, 4 5 ഇല്ല, 6 7 ഇല്ല, 8. അപ്പോൾ 2468 ആണെന്ത്, 2468 ആണ് നമുക്ക് എ യൂണിയൻ ബി വരുന്നത് കേട്ടോ. എടാ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ 2468 ആണ്. അതിലില്ലാത്ത നമ്പറിനെ ഡാഷ് എന്ന് വിളിക്കുന്നത്. ഈ എ യൂണിയൻ ബി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്തുണ്ടല്ലോ, ഇതിലില്ലാത്ത നമ്പറുകളെയാണ് എ യൂണിയൻ ബി ഡാഷ് എന്ന് പറയുന്നത്. എന്താണ് എ യൂണിയൻ ബി ഡാഷ് എന്ന് പറഞ്ഞാൽ? എ യൂണിയൻ ബിയിൽ ഇല്ലാത്ത നമ്പറുകളെയാണ് എ യൂണിയൻ ബി ഡാഷ് എന്ന് പറയുന്നത്. വിത്ത് റെസ്പെക്ട് എന്ത്, വിത്ത് റെസ്പെക്ട് നമ്മുടെ യൂണിവേഴ്സ് 1 മുതൽ 8 വരെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതിൻ്റെ സൊല്യൂഷൻ എഴുതേണ്ടത് എ യൂണിയൻ ബി ഓൾ ഡാഷ് എന്ന് പറഞ്ഞാൽ, എ യൂണിയൻ ബി നമുക്ക് കിട്ടി എന്താണെന്ന് ഇവിടെ എഴുതാം, 2468. അപ്പോൾ എ യൂണിയൻ ബി ഓൾ ഡാഷ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിലില്ലാത്ത നമ്പർ. യൂണിവേഴ്സ് 1 2 3 4 5 6 7 8, 1 മുതൽ 8 വരെ അല്ലടാ, 1 മുതൽ 8 വരെ അല്ലേ, 1 2 3 4 5 6 7 8. അതെ, എ യൂണിയൻ ബിയിൽ ഇല്ലാത്ത നമ്പറുകൾ എന്ന് പറഞ്ഞാൽ വായിച്ചാൽ ഞാൻ 2468. 2468 എന്താണ്, 2468 ഏതൊക്കെടാ, 1357. 1357 ദാറ്റ് ഈസ് ആൻസർ, എ യൂണിയൻ ബി ഓൾ ഡാഷ്. ഇനി ഇത് എന്തിന് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം, എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷിന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്, എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷിന് പ്രൂവ് ചെയ്യണം. വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എ ഡാഷ് എന്താ ഇവിടെ കാണിക്കാം, എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ എ ഡാഷ് എന്താ, ഇൻ്റർസെക്ഷൻ ബി ഡാഷ്, ഇത് നമ്മൾ കണ്ടെത്തിയതാണ്. പറഞ്ഞോ, എ ഡാഷ് നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ്, 1357. ഇത് എന്തായാലും ഇത് ഈക്വലാവും, ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. 13567 13567 രണ്ടിലും കോമൺ എലമെൻ്റ് ഏതാടാ, രണ്ടിലും കോമൺ എലമെൻറ്റ് ഇവിടെ 1 ഉണ്ട്, 1 ഉണ്ട്, 3 ഉണ്ട്, 3 ഉണ്ട്, 7 ഉണ്ട്, 137 അല്ലേ, 137. ഇതിപ്പോൾ വലിയ അത്ഭുതമൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഈ 137 അല്ലേ, ഇവിടെ ഏതാണ് 1357 കണ്ട, തെറ്റുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കണ്ട, കാരണം അത് പ്രോപ്പർട്ടിയാണ് 1357. അപ്പോൾ ഇത് രണ്ടും ഈക്വലാണ്. അവസാനം ഈ സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം കേട്ടോ. ഏത് സ്റ്റേറ്റ്മെൻറ്റ്, കാണാപ്പാടം പഠിച്ചോ കേട്ടോ. എ യൂണിയൻ ബി, ഇപ്പോൾ നമ്മൾ ഏതാ കണ്ടത്, എ യൂണിയൻ ബി ആണ് ക്വസ്റ്റ്യനിൽ. എന്താ എ യൂണിയൻ ബി അല്ലേ, എ യൂണിയൻ ബി ഓൾ ഡാഷ് ഈക്വൽ ടു എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കണം, വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ട് എഴുതണം. അതൊക്കെ വെരിഫൈഡാണ്, ഡിമോർഗൻസ് ഓൾറെഡി വെരിഫൈഡാണ്. ഇതേപോലെ നിങ്ങൾ ചെയ്തോ, ഇതുപോലെ നിങ്ങളുടെ ചെയ്തോ, വെരിഫൈഡ് ചെയ്തോ, നിങ്ങൾക്ക് കിട്ടുന്നു കേട്ടോ. നിങ്ങൾ ചെയ്തോ, ഗ്യാരണ്ടി ആയിട്ട് കിട്ടും. എടാ ഇനി നമ്മളിവിടെ പഠിക്കാനുള്ളത് അത് കഴിഞ്ഞു. ഇനി ഇതേപോലത്തെ കേസാണ് ഇങ്ങനെ എ ബി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ല ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യുക. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.
എക്സ് ഇലോങ്സ് ടു ഡബ്ല്യു. കുറെ പേർക്ക് ഡൗട്ടാണ് എക്സ് ഇലോങ്സ് ടു ഡബ്ല്യു. സാറേ എന്താണ് ഈ ഡബ്ല്യു എന്നൊക്കെ പറഞ്ഞാൽ പല ആളുകളും ഡൗട്ടാണ്. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് എഴുതാം. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഓൾ നമ്പർ. നാച്ചുറൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 2 3 4 5 6 ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഓൾ നമ്പർ സ്റ്റാർട്ട് ചെയ്യുക 0 അല്ല. നാച്ചുറൽ നമ്പർ തന്നെ ഓൾ നമ്പർ സെയിം അല്ല, ഒരു 0 ആഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഓൾ നമ്പറിൽ ഒരു 0 കൂടെ ഉണ്ടാവുന്നുള്ളൂ. നാച്ചുറൽ നമ്പർ ഓൾ നമ്പർ ഒക്കെ സിമിലർ തന്നെയാണ്. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1 മുതൽ ഇൻഫൈനിറ്റ് വരെ 1 2 3 4 5. ഓൾ നമ്പറിൽ ഒരു 0 കൂടെ ഉണ്ടാവുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓൾ നമ്പർ എന്ന് പറഞ്ഞാൽ 0 എടുക്കണം. പിന്നെ സാധാരണ 1 2 3 4 5ന് താഴെയെന്നാണ് പറയണല്ലേ. ഓക്കെ, 5ന് താഴെ എക്സ്, ആ എക്സ് ആണ് ഓൾ നമ്പർ. 5ന് താഴെ എക്സ്, ആ എക്സ് ആണ് ഓൾ നമ്പർ. 5ന് താഴെ എന്ന് പറഞ്ഞാൽ 0 1 2 3 4 കേട്ടോ. 5 എഴുതാൻ പാടില്ല. ഇവിടെ ഈക്വൽ ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാം, പക്ഷെ ഇവിടെ ഈക്വൽ ഇല്ല. അതുകൊണ്ട് നമ്മൾ 1 2 3 4 എന്ന് എഴുതാൻ പാടുള്ളൂ. പിന്നെ ബി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഏതാണ്? ബി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാം. പറ. പ്രൈം നമ്പർ ലെസ് ദാൻ 5. 5ന് താഴെയുള്ള പ്രൈം നമ്പർ പറയണം. പ്രൈം നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന 2ലാണ്, 3 പ്രൈമാണ്, 4 പ്രൈം അല്ല. അപ്പോൾ 2 3 മാത്രമേ ഇതിന് സൊല്യൂഷൻ ആയിട്ട് വരുള്ളൂ. ശരി സാറേ. പിന്നെ എക്സ് ഈസ് എൻ ഇൻറ്റീജർ 0ക്കും 6നും ഇടയിലുള്ള. സാറേ എന്താ ഇൻറ്റീജർ എന്നൊക്കെ പറഞ്ഞാൽ പല ആളുകൾ ഇൻറ്റീജർ എന്ന് പറയുന്നത് യൂണിവേഴ്സ് ആയിട്ട് എടുത്തുള്ളത് കേട്ടോ. യൂണിവേഴ്സിന് ഒരു ത്രെഡ് ഉണ്ടാവും കേട്ടോ. യൂണിയന് ത്രെഡ് ഉണ്ടാവില്ല, യൂണിവേഴ്സിന് ചെറിയൊരു ത്രെഡ് ഉണ്ട് കേട്ടോ. ത്രെഡ് ഉണ്ട് ശരിക്കും, ഒരു ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇവിടെ ഇങ്ങനെ ടച്ച് എന്താ യൂണിയൻ. 0ക്കും 6നും ഇടയിലുള്ള ഇൻറ്റീജേഴ്സ് ഏതൊക്കെയാണ്? എഴുതടാ. 0 പറ്റും, 1 2 3 4 5 6. ചെറിയ ഇൻറ്റീജർ എന്താ? സെഡ് അല്ലേ. ഈ മൈനസ് ഇൻഫിനിറ്റിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വരും. -3 എഴുതിക്കോ. ഇൻറ്റീജർ -3 സെഡ് ഇവിടെ എഴുതിക്കോ. ഒരു പുതിയ പേജിൽ എഴുതിത്തരാം, ഞാൻ കൺഫ്യൂഷനാണ്. സെഡ് എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റിന്ന് സ്റ്റാർട്ടാവും. അങ്ങനെ സ്റ്റാർട്ടായിട്ട് -3 -2 -1 0 1 2 3 4. ഇതിനെയാണ് ഇൻറ്റീജർ നമ്പർ എന്ന് വിളിക്കുക കേട്ടോ. മൈനസ് ഇൻഫിനിറ്റിന്ന് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ -3 ഒരു പർട്ടിക്കുലർ നമ്പർ എഴുതണം. -3 -2 -1 0 1 2 3 4 5 6 അപ് ടു പ്ലസ് ഇൻഫിനിറ്റി. ഈ നമ്പറുകളെ നമ്മൾ എന്ത് വിളിക്കുക? ഇൻറ്റീജർ നമ്പർ എന്ന് വിളിക്കുക. ഓക്കെടാ. സോ ഇവിടെ അപ്പോൾ 0 മുതൽ 6 വരെ 0യും 6ഉം നമുക്ക് ഇൻക്ലൂഡിങ് എടുക്കാൻ പറ്റും. റീസൺ അറിയാമല്ലോ, ഇവിടെ ഈക്വൽ ഉണ്ട്. അപ്പോൾ 0ക്കും 6നും ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാം? 0 1 2 3 4 5 6 എന്ന് എഴുതാം. പിന്നെ A - B യൂണിയൻ B- ഇതൊക്കെ നിങ്ങൾക്ക് കാണാവുന്ന ക്വസ്റ്റിനേ ഉള്ളൂ. നിങ്ങൾക്ക് കണ്ടുകൂടാ, നിങ്ങൾ പറടാ. ഇതൊക്കെ ഇനി നിങ്ങൾക്ക് കാണാം. A - B പറഞ്ഞ നേരെ ആൻസർ കീ എഴുതാം. സ്റ്റെപ്പ് എഴുതണ. 0 1 2 3 4 0 1 2 3 4 -B എന്താടാ? 2 3 കാന്തം കൊണ്ട് ഒട്ടിക്ക്. കാന്തം കൊണ്ട് 2 പോയി, 3 പോയി. അപ്പോൾ എന്താ ആൻസർ? 0 1 2 അല്ലേ. 0 1 4 is the final answer. 0 1 4 എന്താ ചെയ്തത്? മാഗ്നറ്റ് 2 3 കട്ട്. പിന്നെ ഇവിടെയുള്ള നമ്പർ ഏതാടാ? 0 1 4. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ എന്താടാ കാണണ്ടേ? A - B. ഇവിടെ കാണേണ്ട ക്വസ്റ്റ്യൻ ഇതാണ്. A - B കണ്ടിട്ട് B - A കണ്ടിട്ട് അതിനെ യൂണിയൻ ചെയ്യണം. A - B കണ്ടിട്ട് B - A കണ്ടിട്ട് ഇവരെ തമ്മിൽ എന്ത് ചെയ്യണം? യൂണിയൻ ചെയ്യണം, കൂട്ടി എഴുതണം. അപ്പോൾ B - A കാണാം. ഇപ്പോൾ A - B ആണ് കണ്ടത്. ഇനി നേരെ B - A കാണാം. B - A. സോ ബിയിലുള്ള നമ്പർ 2 3 -A 0 1 2 3 4 1 2 3 4. ഇതിനെടുത്ത് ഇങ്ങോട്ട് തട്ടാം. 2 പോയി, 3 പോയി. ഇവിടെ എല്ലാവരും പോയി. ഇനി ഇവിടെ ആരുമില്ലെങ്കിൽ നമുക്ക് എന്തറിയാം? നൾ സെറ്റ്. ഒരു വരട ഒരു ലൈനാണ്. ഒരു വട്ടം വരക്കാം, നൾ സെറ്റ്. ആരുമില്ല, നൾ സെറ്റ്. അപ്പോൾ ഇവരുടെ യൂണിയൻ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. A - B യൂണിയൻ B - A. A - B നമുക്ക് കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. 0 1 4 അവരെ യൂണിയൻ നൾ സെറ്റ് കൊണ്ട് യൂണിയൻ ചെയ്താലും എന്തെന്നെ കിട്ടുക? കൂട്ടുക. നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അപ്പോഴും എന്തെന്നെ വരും? 0 1 4 നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ എലമെന്റുകളൊന്നുമില്ല. അപ്പോൾ 0 1 4 തന്നെ ആൻസർ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. ഇതേപോലെ നിങ്ങളിതൊന്ന് വെരിഫൈ ചെയ്ത് നോക്കേ. ഇത് സാർ എങ്ങനെ വെരിഫൈ ചെയ്യാം? നോക്കേ. A യൂണിയൻ B സാർ ഇത് പറഞ്ഞുതരാം. ഡി മോർഗൻസ് ലോ നമ്മൾ നേരത്തെ ചെയ്ത അതേ സെയിം സാധനം നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ വിട്ടാന്നിരിക്കണം. ആദ്യം A യൂണിയൻ B കാണാം. ഞാൻ ഐഡിയ പറഞ്ഞുതരാം. ആദ്യം A യൂണിയൻ B കാണാം, നിങ്ങൾ കാണാം. എന്നിട്ട് A യൂണിയൻ Bയുടെ എന്ത് കാണാം? ഓൾ ഡാഷ് കാണാം. A യൂണിയൻ Bയിൽ ഇല്ലാത്ത എലമെന്റ് വിത്ത് റെസ്പെക്ട് യൂണിവേഴ്സ് ഉണ്ടല്ലോ, 0 1 2 3 4 5 6 ആണെന്ന്, അത് കാണാം.
എന്നിട്ട് അതിൻ്റെ ഡാഷ് കാണാം, അല്ല സോറി അതിൻ്റെ ഡാഷ് കണ്ടു. അതിനുശേഷം എ ഡാഷും ബി ഡാഷും സെപ്പറേറ്റ് കാണാം. എ ഡാഷ് കാണാൻ നിങ്ങൾക്കറിയാം വിത്ത് റെസ്പെക്ട് യൂണിവേഴ്സ് ആണ്. ബി ഡാഷ് കാണാൻ നിങ്ങൾക്കറിയാം വിത്ത് റെസ്പെക്ട് യൂണിവേഴ്സ് ആണ്. എ ഡാഷും ബി ഡാഷും എന്താണ് സാർ ഇവിടെ ഒന്ന് കണ്ടു വെച്ചാൽ കേട്ടോ. എ ഡാഷ് പറ, ഏലില്ലാത്ത എലമെൻറ്റ് 0 1 2 3 4 0 1 2 3 4 അപ്പോൾ 5 6 ആണ് എ ഡാഷ് വരും. 5 6 എ ഡാഷ്. ബി ഡാഷ് എന്ത് വരും? ബി ഡാഷ് എന്ത് വരടാ? ബിയിലില്ലാത്ത എലമെൻറ്റ് 2 3 അപ്പോൾ 0 1 4 അതൊക്കെ സാറ് തന്നിട്ടുണ്ട്. ഇനി എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ് കാണണം. റൈറ്റ് ഹാൻഡ് സൈഡാണ് ഇപ്പോൾ സാറ് കാണുക. അപ്പോൾ എ ഡാഷ് ഇൻ്റർസെക്ഷൻ രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെൻ്റ് ആരുമില്ലല്ലോ, നൾ സെറ്റാണ്, ആരുമില്ല. രണ്ടിലും കോമൺ നമ്പർ ആയിട്ട് ആരുമില്ല, നൾ സെറ്റാണ്. അപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് നൾ സെറ്റാണ് കിട്ടുക കേട്ടോ. A1 B കാണുമ്പോൾ ഒരു ആൻസർ കിട്ടും, അതിൻ്റെ ഡാഷ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? നൾ സെറ്റാണ് കിട്ടുക. ഓക്കെ, സോ A1 B എന്താ കിട്ടുക? 0 1 2 3 4 5 6 കിട്ടും അല്ലേ? അല്ല, A യൂണിയൻ ബി സാർ ഇത് കണ്ടുതരാം. A യൂണിയൻ ബി 0 1 2 3 4 തന്നെ കിട്ടും ഇവിടെ. 0 1 2 3 4 കിട്ടും. അപ്പോൾ A യൂണിയൻ ബി ഓൾ ഡാഷ് എന്ന് പറഞ്ഞാൽ 0 1 2 3 4 0 1 2 3 4. അപ്പോൾ എന്താ കിട്ടുക? അതിൻ്റെ ഡാഷ് 0 1 2 3 4 5 6 ആ വരിക വിത്ത് റെസ്പെക്ട് ടു യൂണിവേഴ്സ്. ഇതിലില്ലാത്ത എലമെൻറ്റ് 5 6 അല്ലേ? അപ്പോൾ ഇവിടെ എന്താ കിട്ടുക? എ ഡാഷ് ബി ഡാഷ് 0 1 2 3 4 5 6 ആണ് എ ഡാഷിൽ വന്നത് അല്ലേ? 5 6. ബി ഡാഷ് എന്ന് പറയുമ്പോൾ ബിയിലില്ലാത്ത എലമെൻറ്റ് 2 3 2 3 ആണെങ്കിൽ 0 1 4 5 6 0 1 4 5 6 0 1 4 5 6 0 1 4 5 6 മിസ്റ്റേക്ക് ആയി പോയി അല്ലേ? അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഇപ്പോൾ ഏതാണ് കിട്ടുക? ഇതാണല്ലോ എ ഡാഷ് ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. കോമൺ എലമെൻറ്റ്സ് ഏതാ? 5 6. സോ ആൻസർ വരിക 5 6 ആണ് കേട്ടോ. കറക്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ, 5 6 ആണ്. ഓക്കെ, 5 6. അപ്പോൾ ഇവിടെയും നമുക്ക് കിട്ടിയ 5 6 ആട്ടോ. അത് ഗ്യാരണ്ടിയാണ്, ഇത് ആക്ച്വലി വെരിഫൈഡ് ആണ് കേട്ടോ. അതാണ് ഞാൻ തെറ്റിയാലും നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് അതുകൊണ്ടാണ്. ഇത് ആക്ച്വലി വെരിഫൈഡ് ആയതുകൊണ്ട് നമുക്ക് തെറ്റ് വന്നാലും നമുക്ക് അറിയാൻ പറ്റും. സാർക്ക് പിന്നെ അത്രയും പ്രാക്ടീസ് ആയതുകൊണ്ടാണ്. അത് ഇപ്പോൾ ഒരു മിസ്റ്റേക്ക് വന്ന പോലും നമുക്ക് അറിയുന്നത് എന്താ? ഓൾറെഡി വെരിഫൈഡ് ആണല്ലോ, 100% ഡിമോർഗൻസിലോ വെരിഫൈഡ് ആണല്ലോ. അതുകൊണ്ട് ഇത് വെരിഫൈഡ് ആവും നമുക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് അത് വീണ്ടും റീചെക്ക് ചെയ്യുമ്പോൾ അത് ആവുന്നത്. മിസ്റ്റേക്ക് വന്നാലും അത് ആവും കേട്ടോ. അപ്പോൾ സാർ അതൊക്കെ അങ്ങനെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോയിൽ. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, എക്സാമിന് തെറ്റിക്കരുത് കേട്ടോ. ഓക്കേടാ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ മെയിനായിട്ട് എക്സാമിന് ചോദിക്കുക. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ വന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ഇതിലോട്ടാണ് നമ്മൾ കിടക്കുന്നത്. ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തറിയണമെന്നറിയോ? ക്വസ്റ്റ്യൻ തുടക്കത്തിലാണല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മോഡലിന് വന്ന ക്വസ്റ്റ്യൻസാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. യെസ്, ഈ കിടക്കുന്നത് മോഡൽ. മോഡലിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യുക? ബിഫോർ നമ്മൾ പഠിക്കണം വെൻ ഡയഗ്രാം. ഇവിടുന്നാണ് നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നത്. വെൻ ഡയഗ്രാം ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ. ഇത് ജനറലി നിങ്ങൾ ഇത് മനസ്സിലാക്കി പഠിപ്പിച്ചാൽ അത് വലിയ ആനക്കാര്യമൊന്നുമില്ല കേട്ടോ. വെൻ ഡയഗ്രാം ശ്രദ്ധിക്കടാ. യൂണിവേഴ്സിൽ ഇപ്പോൾ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം. നമ്മൾ പ്രപഞ്ചം എഴുതാട്ടോ. 1 2 3 4 5 6 7 8 വരെ മതി. നമ്മൾ മടിയന്മാരാ. 1 മുതൽ 8 വരെ മതി, ഇതന്നെ ധാരാളം. പ്രപഞ്ചം 1 മുതൽ 8 വരെ. എന്നിട്ട് ഞാൻ കുറച്ച് എലമെൻറ്റ് പ്രപഞ്ചത്തിലുള്ള ഒരു എലമെൻറ്റ് സെറ്റ് ഞാൻ എഴുതുന്നതൊക്കെ പ്രപഞ്ചത്തിലുള്ള നമ്പർ ആവാൻ പാടുള്ളൂ. എഴുതുമ്പോൾ ഈ യൂണിവേഴ്സിലുള്ള നമ്പർ എഴുതാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ എഴുതി A 1 2 3. അപ്പോൾ ഞാൻ B എഴുതി, പ്രപഞ്ചത്തിലുള്ള എഴുതാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എയിലുള്ള കുറച്ച് എലമെൻറ്റ് കൂടെ ബിയിൽ ചേർക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. 2 3 4 5 B കിട്ടി. ഇത് വെച്ചും കൊണ്ട് ഞാൻ വെൻ ഡയഗ്രാം എങ്ങനെ വരക്കാം എന്നാണ് ഞാൻ പറയുന്നത്. ഇത് എക്സാമിന് അങ്ങനെ ചോദിക്കുന്നത്. ഇപ്പോൾ വന്ന ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിക്കുന്നത് എന്താ? യൂണിവേഴ്സ് തന്ന് എയും ബിയും തന്നിട്ട് ഇതിൻ്റെ നമുക്ക് ആൻസർ ചെയ്യാം കേട്ടോ. ഇതവിടെ നിൽക്കട്ടെ കേട്ടോ. യൂണിവേഴ്സ് തന്നു, എന്നിട്ട് എയും ബിയും തന്നു, എന്നിട്ട് വെൻ ഡയഗ്രാം വരക്കാനാണ്. അപ്പോൾ വെൻ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. വെൻ ഡയഗ്രാം വരക്കേണ്ടത് റെക്ടാങ്കിൾ ബോക്സ് ആണ് യൂണിവേഴ്സ്. ഈ റെക്ടാങ്കിൾ ബോക്സ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? യൂണിവേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുക കേട്ടോ. റെക്ടാങ്കിൾ ബോക്സ് ആണ് നമ്മളെന്ത്? യൂണിവേഴ്സ് കേട്ടോ. ആയിക്കോട്ടെ, വരച്ചിടാം. സ്കെയിലൊന്നും വെച്ച് വരക്കണം നല്ലത് കേട്ടോ. എക്സാമിന് സ്കെയിലൊക്കെ വെച്ച് വരക്കണം നല്ലതാണ്. യൂണിവേഴ്സ് റെക്ടാങ്കിൾ ആണ് നമ്മൾ യൂണിവേഴ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി സർക്കിൾ ചെയ്യുന്നത് നോക്കുക, സർക്കിൾ. ഓക്കെ, അപ്പോൾ എപ്പോഴും എയും ബിയും ഒന്ന് ഇൻ്റർസെക്റ്റ് ചെയ്തിട്ട് വരക്കണം നല്ലതാണ്. ഇത് എപ്പോഴാണ് വെൻ ഡയഗ്രത്തിൽ വരക്കേണ്ടത് വെച്ചാൽ എയുടെയും ബിയുടെയും കോമൺ എലമെൻറ്റ് ഉണ്ടാകുമ്പോൾ, മിക്കവാറും ക്വസ്റ്റ്യൻ ഉണ്ടാവാനാണ് സാധ്യത. ഇപ്പോൾ വന്ന ക്വസ്റ്റ്യനിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ 2 ഉം 3 ഉം കോമൺ എലമെൻറ്റ്സ് ആണ്.
കോമൺ എലമെന്റ്സ് ഉണ്ടെങ്കിൽ ഇതിനെ ചേർത്ത് വരക്കണം. ഇത് എ, ഇത് ബി എന്ന് പറഞ്ഞ സെറ്റ്. ഓക്കെ, ഇത് എ ബി എന്ന് പറഞ്ഞ സെറ്റ്. കോമൺ എലമെന്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ അറ്റാച്ച് ചെയ്തിട്ട് വരക്കണം. കോമൺ എലമെന്റ്സ് ഇല്ല എങ്കിൽ വിട്ട് വരക്കണം, അവരെ ഒട്ടിക്കരുത്. മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ കോമൺ എലമെന്റ്സ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ വിട്ട് വരക്കണം കേട്ടോ. കോമൺ എലമെന്റ്സ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ കോമൺ എലമെന്റ്സ് ഏതാ 2, 3 അത് നമ്മൾ അവിടെ എഴുതാം. 2 ആ വട്ടത്തിൻ്റെ ഉള്ളിലാണ് ആ കോമൺ എലമെന്റ് എഴുതേണ്ടത്. ഇപ്പം നിങ്ങൾ എയുടെ വട്ടം വായിച്ചു നോക്കി. എയുടെ വട്ടത്തിൻ്റെ ഉള്ളിലും 2, 3 ഉണ്ട്, ബിയുടെ വട്ടത്തിൻ്റെ ഉള്ളിലും 2, 3 ഉണ്ട്. കാരണം എയുടെ സെറ്റിലും 2, 3 ഉണ്ട്, ബിയുടെ സെറ്റിലും 2, 3 എന്ന് പറയുന്ന എലമെന്റ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. ഇനി എയിൽ മാത്രമുള്ള നമ്പർ ഏതാ? അത് 1 ആണ്. ബിയിൽ മാത്രമുള്ള നമ്പർ ഏതാ? 4 ഉണ്ട്, 5 ഉണ്ട്. ഇപ്പം ഈ വട്ടം റെപ്രസെന്റ് ചെയ്യുന്നത് എ 1, 2, 3, ബി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കി നോക്കി എ 1, 2, 3 അല്ലേ? എ നോക്കി നോക്കി എ എലമെന്റ് എന്താ 1, 2, 3 അല്ലേ? 1, 2, 3 എയുടെ വട്ടം. ബി എന്ന് പറഞ്ഞാൽ 2, 3, 4, 5 അല്ലേ? 2, 3, 4, 5. പക്ഷേ ഇനി യൂണിവേഴ്സിൽ ഇനി ആരും കൂടെ ഉണ്ട്. 1, 2, 3, 4, 5 ആയി. നമ്മൾ യൂണിവേഴ്സിൽ ഉണ്ട് ആരൊക്കെ ഉണ്ട്? 6, 7, 8 ഉണ്ട്. അതിന് യൂണിവേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ കൊണ്ടുവെക്കണം. അപ്പോൾ നമ്മൾ പുറത്ത് കൊണ്ടുവെക്കാം. 6, 7, 8 എവിടെ വേണമെങ്കിലും എഴുതാം, ഒരു മൂലക്കം ഞാൻ എഴുതി വെച്ചെന്ന് മാത്രം. 6, 7, 8 അത് യൂണിവേഴ്സ്. അപ്പോൾ യൂണിവേഴ്സിൻ്റെ സിമ്പിൾ വേണമെങ്കിൽ ഇവിടെ വരക്കാൻ പറഞ്ഞതല്ലേ, വൃത്തിയിൽ വരക്കാം. ഇതാണ് സൊല്യൂഷൻ. അപ്പോൾ വന്ന ക്വസ്റ്റിന് നിങ്ങൾക്ക് ഇതുപോലെ എഴുതാം. 1, 2, 3, 4 സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് സാർ എഴുതിയിട്ടുള്ളത്. 1, 2, 3, 4, 6 സാർ ഇതുകൂടെ വരക്കാം. അപ്പോൾ എയുടെ കോമൺ എലമെൻ്റ് ഇല്ലേ? ഉണ്ട്. ഏതൊക്കെയാണ്? 3 ഉണ്ട്, 3 ഉണ്ട്, പിന്നെ 4 ഇല്ല, 6 ഉണ്ട് അല്ലേ? 6 ഉണ്ട്. അപ്പോൾ ചേർത്ത് വരക്കാം. കോമൺ എലമെൻറ്റ്സ് ഉള്ളത് കൊണ്ട് ഇത് കാണില്ല, ബ്ലാക്കിൽ എഴുതാം. 3 ഉണ്ട്, 6 ഉണ്ട്. 3ഉം 6ഉം കഴിഞ്ഞാൽ 1, 4 ഉണ്ട്. പിന്നെ 2 ഉണ്ട്, 3 എഴുതി, 5 ഉണ്ട്, 8 ഉണ്ട്. അപ്പോൾ 2, 3, 5, 6, 7 2, 3, 5, 6, 8 5, 6, 8 ഓക്കെ. 1, 3, 4, 6 കറക്റ്റാ. ബാലൻസിന് ഏതാ ഉള്ളത്? ഇതിലാണ് 7 ബാലൻസ് ആയിട്ടുണ്ട്. ഇപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8 എല്ലാം കറക്റ്റായി. ഇത്രയേ ഉള്ളൂ. ഇതിനാണ് യൂണിവേഴ്സ്. ഓക്കെ, ഇതാണ് ഇപ്രാവശ്യം വന്ന ക്വസ്റ്റ്യൻ കേട്ടോ. പിന്നെ ഇതിലൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ വന്നിരുന്നു. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ചുവടെ കൊടുത്തിരിക്കുന്നത് ശരിയല്ലാത്തത് ഏതാണ്? റോങ് ആൻസർ. ഞാൻ മലയാളത്തിൻ്റെ ക്വസ്റ്റ്യനെ സ്നിപ്പ് ചെയ്ത് വെച്ചുള്ളൂ കേട്ടോ സാറ്. ഓക്കെ, മലയാളം ക്വസ്റ്റ്യനാണ് സ്നിപ്പ് ചെയ്തുള്ളൂ കേട്ടോ. ചുവടെ കൊടുത്തിരിക്കുന്നത് ശരിയല്ലാത്തത് ഏതാണ്? ഇതിൽ ശരിയല്ലാത്തത് ഏതാണ് നിങ്ങൾ പറ. ഇതിൽ ശരിയല്ലാത്തത് ഏതാണ്? 0.1 നിങ്ങൾ പറ. എടാ 0.1 എന്ന് പറഞ്ഞാൽ 0ക്കും 1നും ഇൻ ബിറ്റ്വീനിലാണ് അല്ലേ? 0 കഴിഞ്ഞിട്ടാണ് 0.1 വരുന്നത്. അപ്പോൾ ഇത് ശരിയാണ്. ശരിയല്ലാത്തത് ഏതാണ്? അപ്പോൾ ഇത് ശരിയാണ്. 1, 2, 3 കണ്ടെയ്നഡ് 1, 3 ശരിയാണ്. 1, 2, 3 1, 3 ഉണ്ടല്ലോ. 1, 3 1, 3 1, 3 എടാ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കേട്ടോ. ഇവിടെ 1, 2 ആണ് കണ്ടെയ്ൻ ചെയ്യാമെങ്കിൽ ഇതിലില്ല കേട്ടോ. 1, 2 ഉണ്ട്, 1, 2 ഉണ്ട്, 1, 2 ഉണ്ട്. കാരണം 1 ക്ലോസ്ഡ് ആണല്ലോ. പിന്നെ 3 ഇടയിൽ 1, 2 ഉണ്ട്. എടാ അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് 1, 2, 3 ഉണ്ട്. 1ഉം 2ഉം 3ഉം എന്തിൻ്റെ ഇടയിലുണ്ട്? അല്ല, ഇവിടെ ഇത് ശരിയാണ്. 1, 2, 3 കണ്ടെയ്നഡ് ഇൻ 1, 3 1, 2, 3. സോ ഇത് തെറ്റാണ്. യെസ്, ഇത് തെറ്റാണ്. കാരണം ശ്രദ്ധിക്കടാ, 1 ഇത് നന്നായി ശ്രദ്ധിക്കണം. അത് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ചോദിച്ചതാണ്. നോക്കേ, 1, 2, 3 കണ്ടെയ്നഡ്. ഈ ഇതിൻ്റെ റിസൾട്ട് ഞാൻ ഇവിടെ എഴുതി വെച്ചുതരാം. അല്ലെങ്കിൽ ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ. ഈ പറഞ്ഞ സാധനത്തിൻ്റെ റിസൾട്ടാണ് സാർ എഴുതുന്നത്. ഇത് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി മനഃപൂർവ്വം ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഇല്ല. 3 വരെ എന്ന് പറഞ്ഞാൽ 2.999 വരെ എന്നാണ് ഈ ഓപ്പൺ ബ്രാക്കറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 1 ഉണ്ട്, ഇവിടെ ക്ലോസ്ഡ് ആയതുകൊണ്ട് 1 ഉണ്ട്. അപ്പോൾ 1 ഉണ്ട്, 2 ഉണ്ട്, 2.999 വരെ ഉണ്ട്, 3 ഇല്ല. അപ്പോൾ 1, 2, 3 കണ്ടെയ്നഡ് ആണോ? അല്ല. ആലോചിച്ചൊക്കെ ക്വസ്റ്റ്യൻ വന്നത് അല്ലേ? അപ്പോൾ ഒന്നും ചിന്തിക്കുന്ന ലെവലാണ്. 1, 2, 3 3 ഇല്ല. അപ്പോൾ ഇത് റോങ്ങാണ്. അപ്പോൾ റോങ് ഏതാണെന്നാ ചോദിച്ചത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉത്തരം ശരി. മനസ്സിലായ? ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ശരി ബിയാ. അപ്പോൾ ഞാൻ ഇവിടെ തെറ്റിയത് ഇതൊക്കെ ശരിയാണ്. ഇതും ശരിയാണ്, ഇതും ശരിയായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക് നോക്കാം. 4 ഇലോങ്സ് ടു നോട്ട് ഇലോങ്സ് ടു 4 നോട്ട് ഇലോങ്സ് ടു എക്സ് ഇലോങ്സ് ടു നാച്ചുറൽ നമ്പർ അല്ലേ? ഒരിക്കലും അല്ല. എക്സ് 4നും കാട്ടി താഴുള്ളത് മാത്രമാണ്. താഴെ നമ്പറുകളൊക്കെ ഒന്ന് പറഞ്ഞടാ. 4നും കാട്ടി താഴുള്ളത് 1, 2, 3 നാച്ചുറൽ നമ്പർ 1, 2, 3 എന്ന് എഴുതാൻ പറ്റുള്ളൂ. നാച്ചുറൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 അല്ല. അപ്പോൾ 4 ഇലോങ്സ് ടു അല്ല. ശരിയാ, ഇലോങ്സ് ടു അല്ല. അപ്പോൾ ആ പറഞ്ഞത് ശരിയാണ്. ഇലോങ്സ് ടു അല്ല എന്നുള്ളത് ശരിയാണ്. 5 എക്സ് സ്ക്വയർ ഈക്വൽ 25. അപ്പോൾ നമ്മുടെ കാണാം എക്സ് സ്ക്വയർ -25 റൈറ്റ് ഹാൻഡ് സൈഡിൽ പോയി കഴിഞ്ഞാൽ എന്താവും? +25. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അവിടെ സ്ക്വയർ കളയാൻ റൂട്ട് ചെയ്യുക അല്ലേ? √25 എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു +or -5 ആണ്.
+or-5 ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് -20. അപ്പോൾ 5 ഇതിൻ്റെ സൊല്യൂഷനാണ്. അപ്പോൾ തെറ്റുള്ളത് ഏതാ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തെറ്റായത് ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉത്തരം. നമ്മുടെ ഉത്തരം എന്താടാ? ഇതാണ് നമ്മുടെ ഉത്തരം. ബി ആണ് അതിൻ്റെ സൊല്യൂഷൻ. ക്ലിയർ അല്ലേടാ? അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രാവശ്യം വന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ ഇതിലൂടെ നമുക്ക് പറ്റും. ഈ സെറ്റ് വെൻ ഡയഗ്രം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റും. ഇതിൽ ഇനി വെൻ ഡയഗ്രം പഠിക്കേണ്ടത് എന്താ വെച്ചാൽ A-Bയുടെ വെൻ ഡയഗ്രം വരക്കാൻ പഠിച്ചേ പറ്റൂ. A-Bയുടെ ഒരു വെൻ ഡയഗ്രം പഠിക്കണടാ, നിർബന്ധം കേട്ടോ. A-Bയുടെ വെൻ ഡയഗ്രം സാർ വരച്ചേരേ. ഇപ്പോൾ 1, 2, 3 ഇത് പ്രീവിയസ് ഇയറിന് ചോദിച്ചില്ല. A-B B- വരച്ചേരാ സാർ കേട്ടോ. അത് രണ്ട് പ്രീവിയസ് ഇയറിന് ചോദിച്ചില്ല. 2, 3, 4 എടാ അതിൻ്റെ A-Bയുടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി അറിയോ? എയും ബിയുടെയും A-Bയുടെ വെൻ ഡയഗ്രം വരക്കാൻ പറഞ്ഞാൽ ആദ്യം A-B കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾ പറ A-Bയുടെ ഉത്തരം പറ. A-Bയുടെയും B-യുടെയും വെൻ ഡയഗ്രം വരക്കാൻ വേണ്ടി വന്നാൽ നിങ്ങൾ എയും ബിയും കുറച്ച് എലമെൻറ്റ് എടുക്കാണ്ട് ചുമ്മാ A-B കാണാം B-A കാണാം. പറ ഇതിൻ്റെ A-B എന്ന് പറഞ്ഞേ. അപ്പം തന്നെ വെൻ ഡയഗ്രം ആയി. A-B പറഞ്ഞേ 2, 3 A-1 അതിനെ കിട്ടി നിങ്ങൾക്ക് അറിയാലോ. B-യുടെ വെൻ ഡയഗ്രം പറഞ്ഞേ. ബിയിൽ നിന്ന് എ പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാം. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, 3, 4 മൈനസ് എന്ന് പറഞ്ഞാൽ 1, 2, 3 കട്ടാക്കട 2, 3 കട്ടാക്കി കഴിഞ്ഞാൽ 4 ആണ് ഉത്തരം. ഇതിൻ്റെ വെൻ ഡയഗ്രം സാറ് വരക്കുന്നത് ഇതേ സെയിം വെൻ ഡയഗ്രം. റെക്ടാങ്കിൾ ബോക്സ് എടുക്കുക. സോ A-Bയുടെ വെൻ ഡയഗ്രം B-Aയുടെ വെൻ ഡയഗ്രം 2 റൗണ്ട് ചേർത്ത് റൗണ്ട് ഇടുക. ഒരു റൗണ്ട് സർക്കിൾ ഇട്ടാ, നോർമൽ സർക്കിൾ 2 ചേർത്ത് വരക്കുക. യൂണിവേഴ്സ് എടാ A1, 2, 3 രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഏതാ? രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് 2, 3 ആ നമ്പറാണ് നമ്മൾ എവിടെ ഉൾപ്പെടുത്തേണ്ടത്? ഇവിടെ ഉൾപ്പെടുത്തേണ്ടത്. വേറെ കളറിൽ കൊടുക്കാം. 4, 2, 3 ആ ഇൻ്റർസെക്ഷനിലാണ് കൊടുക്കേണ്ടത് അല്ലേ? ഇത് A, ഇത് B, ഇത് A, ഇത് B. എടാ പിന്നെ ബാലൻസ് ഉള്ളത് 1 ആണ്. ഇത് 1. ഇവിടെ പിന്നെ എന്താണ്? 4 ആണ്. ഇവിടെ 4. ഇവിടെ B-A ഇവിടെ B- എന്താണ്? 4 ആണ്. ഇവിടെ 4 ഇത് 1 അല്ലേ? ഇങ്ങനെയാണ് വരിക. എടാ അപ്പോൾ B- എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 4 ആണ്. നിങ്ങൾ ഇതിൻ്റെ ഉത്തരം നോക്കിയിട്ടാണ് വരക്കേണ്ടത്. A-B എന്ന് പറഞ്ഞാൽ 1 അല്ലേ? ഈ 1 എവിടെ ഇതിൽ കാണുന്നത്? അപ്പോൾ ഇതിൻ്റെ ഒറിജിനലാണ് ഞാൻ ഈ വരക്കുന്നത് കേട്ടോ. ഒറിജിനൽ വെൻ. എക്സാമിന് വരക്കേണ്ട വെൻ ഇതാണ്. മറ്റേ ഡെമ്മി വെന്നാണ്. നമ്പറിൽ തന്നെ ഇതുപോലെ വരച്ചോളാം. നമ്പറിലാണ്ട് ജനറലി ആണ് നിങ്ങളോട് വരക്കാൻ പറഞ്ഞെങ്കിൽ ഇതാണ് വരച്ചു വെക്കേണ്ടത്. ഈ ഭാഗമാണ് കേട്ടോ. ഞാൻ ആ 1 ആണല്ലോ അതിൻ്റെ സൊല്യൂഷനായിട്ട് വന്നത്. ഈ ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? A-B എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ ഇത് എയും ഇത് ബിയും ആണല്ലോ. ഇവിടെ B-Aയുടെ ഉത്തരം എന്താ കിട്ടിയ? 4 4 എവിടെ കിടക്കുന്ന നമ്പർ നോക്ക്, ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ B-Aയുടെ വെൻ ഡയഗ്രം. അപ്പോൾ ജനറലി ആണ് നിങ്ങളോട് എക്സാമിന് വരക്കാൻ പറഞ്ഞെങ്കിൽ ഇത് വരച്ചോളണം. നമ്പറിൽ വരക്കാൻ പറഞ്ഞാൽ ഇത് വരച്ചോളണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നന്നായിട്ട് പഠിച്ചു വെച്ചോ കേട്ടോ. ഇതിനെയാണ് നമ്മൾ കോമൺ എലമെന്റ് എന്ന് വിളിക്കുന്നത്. A-B. ഓക്കെ, ഇന്റർസെക്ഷൻ B ഒന്നും അങ്ങനെ ചോദിക്കണമെന്നില്ല. എടാ മക്കളെ ഇത്രയേ ഉള്ളൂ. ഇത്രയും ലെവലിൽ നിങ്ങൾ പഠിച്ച സാർ ഇത് നിങ്ങൾക്ക് ഒരു സാമ്പിൾ വീഡിയോ കാണിച്ചിരിക്കുകയാണ്. ഇതുപോലെയാണ് നമ്മൾ നിങ്ങളെ എന്ത് ചെയ്യുന്നത്? +1 മാത്സ് 14 ചാപ്റ്റർ സാർ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഇതിൽ സാർ നിങ്ങളെ തിയറി എന്തെങ്കിലും പഠിപ്പിച്ച? ഒരു തിയറി നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടില്ല. തിയറി ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോബ്ലം അടിപൊളിയിൽ ചെയ്തിട്ട് ഈ വരുന്ന എക്സാം 60ൽ 60 നിങ്ങൾക്ക് വാങ്ങിക്കാം. താല്പര്യമുള്ള മക്കളാണെങ്കിൽ ആ സാറിനെ വിളിച്ചോ. സാറിനെ വിളിക്കണ്ട, വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. വിളിക്കരുത് കേട്ടോ. കാരണം നമുക്കത് ഡെയിലി ഞാൻ പ്രയാസമായതുകൊണ്ടാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ചെറിയ ഫീസേ ഉള്ളതാണ്. നിങ്ങൾ ജോയിൻ ചെയ്തു, ധൈര്യമായിട്ട് ജോയിൻ ചെയ്തു. സാറ് കോഴ്സ് ഫുൾ മാർക്ക് സാറ് വാങ്ങിച്ചു തരാം. ബിലോ ഏവറേജ് ആണെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട, സാറ് നിങ്ങളെ ഫുള്ള് വാങ്ങിച്ചു തരാം. ഈ 2 നമ്പർ അതാ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. ഏതെങ്കിലും ഒരു നമ്പർ, സാറ് മെസ്സേജൊക്കെ അയക്കുന്ന നമ്പറാണെങ്കിൽ അത്, അല്ലെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 2 നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. സാർ അതിൻ്റെ ഫീസ് അയക്കേണ്ട ഗൂഗിൾ പേ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം കേട്ടോ. സോ സാറിൻ്റെ 14 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടാണ് നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ഷുവറാണ്, നിങ്ങൾക്കത് യൂസ്ഫുൾ ആവും. ഒരു മാറ്റവും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, അത് ഗ്യാരണ്ടിയാണ് ഞാൻ പറയുന്നത്. 799 രൂപയേ ഉള്ളൂ. സാർ ഇനി വേറെ എന്തെങ്കിലും മെറ്റീരിയൽ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ നിങ്ങൾ എന്തൊക്കെ ഉണ്ടെന്ന് പറയാമല്ലോ സാർ കേട്ടോ. നിങ്ങൾക്ക് ഇതേപോലെ ഇതിൻ്റെ PDF ഉണ്ട്. ഇത് നിങ്ങൾ വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്യേണ്ട ബുക്കാണ്. ഇതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ കീം കൂടെ സാറ് തരും കേട്ടോ. ഇത് നിങ്ങൾക്ക് 65 പേജിലൊരു വർക്കൗട്ട് മെറ്റീരിയൽ എന്നതിന് പറയാം. നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ, അഡീഷണൽ പൈസ ഉണ്ടെങ്കിൽ പ്രിൻ്റ് എടുത്തോ. സമയം ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പ്രിൻ്റ് എടുത്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസുകളാണ്. വർക്കൗട്ട് ബുക്ക് എന്ന് അതിനെ പറയാം. ഈ സാറിൻ്റെ ഈ വർക്കൗട്ട് ബുക്കുണ്ട്. സാറിൻ്റെ സ്പെഷ്യൽ വർക്കൗട്ട് ബുക്കാണ്.
സാറിൻ്റെ ഒരു എന്താ പറയുക അത്രയും വർഷത്തെ അധ്വാനമാണ് ഇതിലുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ സാർ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ വർക്ക് ബുക്കും കൂടെ സിമിലർ ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷുവറാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ, നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ എന്ത് ചെയ്യുക, സാറിൻ്റെ ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഉറപ്പായിട്ടും ഞാൻ ഗ്യാരണ്ടി തരുന്നു, മാത്സിൽ ആ കുട്ടിക്ക് 55-ന് മുകളിൽ മാർക്ക് വന്നിരിക്കും. ഇത് ബിലോ എവറേജ് ഒന്നുമില്ല, ആരാണെങ്കിലും ആർക്കും പഠിക്കാൻ പറ്റും. ഇന്ന കാറ്റഗറി എന്നൊന്നുമില്ല. ചില ആളുകളുണ്ട് ഇത് ഇന്ന കാറ്റഗറിക്കല്ലേ പഠിക്കാൻ പറ്റുള്ളൂ സാർ, കുറച്ച് വേണ്ട. ഞാൻ പറഞ്ഞല്ലോ ഇത് അങ്ങനെ കാറ്റഗറി ഒന്നുമില്ല, നമുക്ക് ആർക്കും ഏത് ചാപ്റ്ററും. ഇപ്പോൾ ലിമിറ്റ്സ് ഒക്കെ ചില ആളുകൾ പേടിക്കുന്ന ഡിഫറൻസ് ഒക്കെ സിമ്പിൾ ചാപ്റ്റേഴ്സേ ഉള്ളൂ. അപ്പോൾ അത് ഈ ട്രിഗ്നോമെട്രി പേടിയുള്ള ആളുകൾ, ട്രിഗ്നോമെട്രിക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് ഏതാ വരുന്നത് സാർക്ക് അറിയാം. ഇപ്പോൾ വന്ന ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് സാർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ള മക്കൾ ധൈര്യമായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്തോ. ഇതാ ചെറിയ ഫീസുള്ളൂ, 799 ആകെ ഫീസ് വരുന്നുള്ളൂ. നിങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വർക്കൗട്ട് മെറ്റീരിയലും ക്ലാസ്സിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഓക്കെ മക്കളെ, സോ താങ്ക് യു, ബൈ.